ലെവലാണ് റോയൽ. താങ്ക് യു സാർ. JRCM നല്ല അതിമനോഹരമായൊരു സ്വാഗതം. അതും എന്റെ ലീഡർ എന്നെ സ്വാഗതം ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി അഭിമാനം, സന്തോഷാണ്. ഇതൊക്കെ നമുക്ക് RCM-ലല്ലാതെ വേറെ എവിടെ കിട്ടും? സ്വന്തം ലീഡർ, അതും ശരിക്കും ഒരച്ഛനെ പോലെ കൈപിടിച്ച് കൊണ്ട് നടക്കുന്ന രൂപങ്ങളാണ് ലീഡേഴ്സ്. അതുകൊണ്ടാണ് ആ ഒരു സന്തോഷം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. JRCM. എന്റെ പേര് ജയശ്രീ വടാനപ്പള്ളി. സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ആണ്. 3.5 വർഷം മുൻപ് ഈ ഒരു നന്മ എന്ന് പറയുന്നതിനേക്കാൾ അധികം ഒരു ജീവൻ രക്ഷാമാർഗമായി എന്റെ വീട്ടിലേക്ക് എത്തിച്ചു തന്ന എന്റെ ഭാഗ്യമേടത്തിനും ഗോപി സാറിനും ഹൃദയാർപ്പണം. കരുത്തും കരുതലുമായി എന്നെ മുന്നോട്ട് നയിക്കുന്ന എല്ലാ ലീഡേഴ്സിനും ഒത്തിരി സ്നേഹത്തോടു കൂടി ഈ നിമിഷം ഓർക്കുകയാണ്. സാറ് പറയുന്ന പോലെ എല്ലാവരും ഉത്രാടപ്പാച്ചിലാണ്. പണ്ട് പഴമക്കാരങ്ങനെ പറയൂല്ലേ, ഉത്രാടപ്പാച്ചിലെന്ന്. ആകെ ഒരു ബഹള. വിഷുവിനാണെങ്കിൽ ഇത്രയും വലിയ തിരക്കൊന്നും ഇല്ല. നമുക്ക് ആ വിഷുവിന്റെ ഒരു ചെറിയ ആഘോഷമേ ഉള്ളൂ. പക്ഷെ ഓണം അങ്ങനെയല്ല. ഇന്ന് ഉത്രാടത്തിന് രാവിലെ തൊട്ട് തുടങ്ങണം. ഒത്തിരി വിഭവങ്ങളുടെ ഒരുക്കങ്ങള്, അതുപോലെ തന്നെ വലിയ പൂക്കളം, തൃക്കാക്കരപ്പൻ, എന്തെല്ലാം കാര്യങ്ങൾ അല്ലെ. വൈകുന്നേരം ആകുമ്പോഴേക്കും പൂവട ഉണ്ടാക്കല്, അപ്പം ഉണ്ടാക്കല്, പലരും പല രീതിയിൽ ഇന്നത്തെ ഒരു ദിവസം ആഘോഷിക്കും. ശരിക്കും ഇന്നാണ് ഓണം. നാളെ നമ്മൾ അതിലേക്ക് വരുവാനുള്ള ഒരു ഒരുക്കാണ്. ഇന്നാണ് എല്ലാ ബഹളവും, എല്ലാ തിരക്കും എല്ലാം ഇന്ന് നടക്കുക. അപ്പൊ അതുപോലെ തന്നെയാണ് RCM-കാർക്ക് ഇന്ന് ഓണാണ് അല്ലെ. നമ്മളിപ്പോ ഒരു ഓണാഘോഷം കഴിഞ്ഞേ ഉള്ളൂ. എത്രയോ സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു. അപ്പോ ഓണം ആഘോഷിക്കുന്നു. സെപ്റ്റംബർ മാസം എല്ലായ്പ്പോഴും തിരക്കുള്ള മാസമാണ്, ഒത്തിരി പ്രാധാന്യമുള്ള മാസമാണ്. നമ്മളെ സംബന്ധിച്ച് ഈ ഒരു സെപ്റ്റംബറിന് ഒരുപാട് പ്രാധാന്യം കൂടി. നല്ല രീതിയിൽ ഓണക്കിറ്റുകൾ നടന്നു വരുന്നു. ആഘോഷങ്ങൾക്കായി നമ്മൾ ഒരുങ്ങുന്നു. ഇന്നലെ ഒരു ഏകദേശം 500-നടുത്ത് 470-480 പേര് ഇന്നലെ രാവിലെ 7:30 ഒരു പ്രോഗ്രാം, അതായത് സാധാരണ അത് സ്റ്റാർ ആൻഡ് അബവ് ആണ് പതിവ്. പക്ഷെ ഇന്നലെ അതൊരു സ്പെഷ്യൽ പ്രോഗ്രാം ആയതിന്റെ പേരിൽ ഒട്ടുമിക്കവാറും പേര് അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റാർ പ്ലേ അച്ചീവർ നോബിൾ സാറ് വളരെ വ്യക്തമാക്കി തന്ന എങ്ങനെ ഈ സെപ്റ്റംബറിനെ നമുക്ക് ആഘോഷകരമാക്കാം, ഈ സെപ്റ്റംബർ ആഘോഷകരമാക്കിയാൽ തുടർന്നുള്ള മാസങ്ങളും തുടർന്നുള്ള വർഷങ്ങളും നമ്മുടെ ജീവിതവും എങ്ങനെ ആഘോഷകരമാക്കാമെന്ന് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. അപ്പൊ 500 പേരൊക്കെ അതിൽ കയറിയിട്ടുണ്ടെങ്കിലും എന്നാലും ധാരാളം പേര് കയറാതിരുന്നിട്ടുണ്ട്. അപ്പോഴാണ് ഗുരുനാഥൻ സജീവ് സാറിന്റെ ഒരു അഭിപ്രായം, ഒരു ആഗ്രഹം അദ്ദേഹം പറയുന്നത്, നമുക്കിത് വീണ്ടും ഇന്നത്തെ പൊൻപുലരിയിൽ നമുക്കായിട്ടൊന്ന് പ്രസന്റ് ചെയ്യണം. അങ്ങനെയാണ് ആ ഒരു ഉദ്യമത്തിന് എന്നെ തെരഞ്ഞെടുത്തത്. ഒത്തിരി സന്തോഷം. ഇന്നലെ എത്ര പേര് ഇതിലുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് തോന്നും എത്ര കേട്ടാലും എത്ര പഠിച്ചാലും RCM-ൽ ഒന്നും അധികം ആവില്ല. അതിപ്പോ ഇവിടെ വന്ന് ഈ ഒരു വർക്കിലേക്ക് ഏറ്റെടുത്ത് ഇതിലൂടെ മുന്നോട്ട് നീങ്ങിയ ഓരോ വ്യക്തിക്കും അറിയാം ഇന്ന് പഠിച്ചതല്ല നാളെ പഠിക്കുന്നത്. ഇപ്പൊ മാർക്കറ്റിംഗ് പ്ലാൻ നമ്മൾ പഠിക്കുന്നു, അല്ലെങ്കിൽ പ്രൊഫൈല് പഠിക്കുന്നു, ഉൽപ്പന്നങ്ങളുടെ വില വ്യത്യാസവും ആരോഗ്യവും അതിനോടനുബന്ധിച്ച ഒത്തിരി കാര്യങ്ങൾ ദിനം പ്രതി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാറ്റിനും ഇതുവരെ നമ്മൾ മാർക്കറ്റിംഗ് പ്ലാൻ പറഞ്ഞിരുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നാണ്. അപ്പൊ നമ്മുടെ ഗ്രേറ്റ് ഗുരുനാഥ അഖില മാഡം പറഞ്ഞു, എന്തിനും നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം. ഇനി അത് പ്രസന്റ് ചെയ്യുമ്പോൾ അവിടെ RCM മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മതി. നല്ലൊരു കാര്യല്ലേ. അപ്പൊ പുതിയ പഠിപ്പ്, ഈ പഠിപ്പുകളൊന്നും നമുക്ക് അവസാനിക്കുന്നില്ല. സെപ്റ്റംബറിൽ 30 ദിവസമാണ്. ഇന്ന് 4-ാം തീയതിയാണ് അല്ലെ. അപ്പൊ ഇന്നടക്കം നമുക്ക് 26 ദിവസം മുൻപിലുണ്ട് എന്ന് ചിന്തിക്കാം. വലിയ ചിന്താഗതിയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. ഇനിയും 26 ദിവസം, അതായത് നമുക്ക് ഹ്യൂജായിട്ട് അതിനെ കാണാം. ഒരുപാട് ചെയ്തു തീർക്കാനായിട്ട് ഒരു 26 ദിവസം നമ്മുടെ മുൻപിലുണ്ട്. പക്ഷെ ചിന്താഗതി ചെറുതാണെങ്കിലോ എന്താവും ചിന്തിക്കാന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും വരും അല്ലേ. ഞാൻ ആകെ 26 ദിവസമേ ഉള്ളൂ, ചുരുങ്ങി. അപ്പൊ മനസ്സ് വിശാലമാവണം, ചിന്താഗതി വിശാലമാവണം, നമ്മുടെ വിഷൻ വിശാലമാകണം. ആ ഉൾക്കാഴ്ചയും അകക്കാഴ്ചയും ഉള്ളവർക്ക് മാത്രമാണ് RCM-ലൂടെ പടിപടിയായിട്ട് വിജയിക്കാൻ സാധിക്കുള്ളൂ. പുറത്തു നിന്ന് നോക്കുമ്പോ ഞാൻ RCM-ൽ ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് RCM-ലുണ്ട്. പലരുടെ അടുത്ത് നമ്മൾ ചെന്ന് ചോദിക്കുമ്പോ, ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തുമ്പോ അവർ പറയുന്ന കാര്യം അതാ, ഇതോ RCM-ഓ ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു 2 ദിവസം മുൻപ് എൻ്റെ അടുത്ത് ഒരു കടയുണ്ട്. ഞാൻ അവിടെ, നമുക്കെല്ലാം RCM-ന്നല്ലല്ലോ കിട്ടുക. അത്യാവശ്യം മറ്റെന്തെങ്കിലുമൊക്കെ വാങ്ങാനായിട്ട് കടയിലേക്ക് പോകും. അങ്ങനെ പോകുന്ന സമയത്ത് തൊട്ടിപ്പുറത്ത് വെളിച്ചെണ്ണ മില്ലാണ്. ആ വെളിച്ചെണ്ണ മില്ലിൽ ഒരു ലേഡി മുന്നേ എന്നെ പരിചയമുള്ളതാണ്. പരിചയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഞാനൊരു സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എന്നെ അറിയുന്ന ഒരു ലേഡിയാണ് അവര്.
അപ്പോ അവര് വെളിച്ചെണ്ണ വാങ്ങാൻ നിൽക്കുന്നു. വർത്താനൊക്കെ പറഞ്ഞു വന്നപ്പോ എന്നോട് ചോദിച്ചു എന്താണ്, എവിടെയാണ് ഇപ്പൊ വർക്ക് ചെയ്യണേ? ഞാൻ RCM ബിസിനസ് ആണ് ചെയ്യുന്നത്, കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ അവരെന്നോട് പറഞ്ഞ മറുപടി, ആ മഞ്ഞൾപ്പൊടി അല്ലേ RCM എന്ന്. ഒന്നും തിരുത്താൻ പോയില്ല, ആ അതെ മഞ്ഞൾപ്പൊടിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഗുരുനാഥൻ സജീവ് സാർ എപ്പോഴും പറയാറുണ്ട്, ചില വ്യക്തികൾക്ക് RCM എന്നത് മഞ്ഞൾപ്പൊടിയാണ്, ചില വ്യക്തികൾക്ക് RCM എന്ന് പറയുന്നത് ഒരു ചന്ദനത്തിരിയും ഒരു ആട്ടപ്പൊടിയും ഒരു സോപ്പും പൊടിയാണ്. അവരുടെ ചിന്താഗതി മാറ്റാൻ നമ്മളെ കൊണ്ടാവില്ല. പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവര് മാറട്ടെ. അപ്പോ സെപ്റ്റംബർ മാസത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറായാൽ, അവിടെയാണ് ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറായാൽ ഓരോ പിൻ ലെവലുകളും നമുക്ക് മാറി നല്ലൊരു വിജയം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതില് ഒരു സംശയവുമില്ല. പ്രത്യേകിച്ച് വൈറ്റൽ ലെവൽ അച്ചീവേഴ്സ് അല്ലെ, ഇഷ്ടം പോലെ വൈറ്റൽ ലെവൽ അച്ചീവേഴ്സിനെ നമുക്ക് കൊണ്ടുവരാനാകും. അതോടുകൂടി നമ്മുടെ ടീമില് ഒരു PVയുടെ പെരുമഴ, അതാ നമുക്ക് ആവശ്യം. PV വേണം, PV ഇല്ലാതെ ഒന്നും നടക്കില്ല. ജീവിതം മനോഹരമാകണമെങ്കിൽ PV വേണം. അതുകൊണ്ടാണ് നമ്മുടെ ഗുരുനാഥന്മാര്, മുതിർന്ന ലീഡേഴ്സ്, ടെക്നിക്കൽ അച്ചീവേഴ്സും എല്ലാവരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, നിങ്ങൾ PV ഉണ്ടാക്കൂ, PV ഉണ്ടാക്കൂ. ജീവിതം വിജയിക്കണമെങ്കിൽ, ജീവിതം കളറാകണമെങ്കിൽ, ആ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തണമെങ്കിൽ അവനവന്റെ കയ്യിൽ എന്തെങ്കിലും പൈസ വേണം അല്ലെ. അതും പ്യുവർ പക്ക ഇന്ത്യൻ മണി ആവുമ്പോ എത്ര സന്തോഷാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഈ പ്രാവശ്യം ഓണപ്പത് ഇന്ന് എത്തി നിൽക്കുന്നു, ഉത്രാടപ്പാച്ചിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ കഴിഞ്ഞ മാസം 7-ാം തീയതി വന്ന ആ ഒരു ശമ്പളം, അങ്ങനെ തന്നെ വളരെ മനോഹരമായ ശമ്പളം എന്ന് പറയാം. പക്ഷെ ആദ്യം അത് ഒന്നിനും തികയുമായിരുന്നില്ല. 7-ാം തീയതി കിട്ടിക്കഴിഞ്ഞാല് 2 ദിവസം കഴിയുമ്പോഴേക്കും അത് എടുത്തു തീർന്നു. സങ്കടകരമായിരുന്നു. പക്ഷെ പ്രതീക്ഷ തന്നു. ലീഡേഴ്സ് പറഞ്ഞിരുന്നു, നമ്മുടെ മുൻപിൽ വിജയിച്ചു നിൽക്കുന്നവരുണ്ട്. അപ്പൊ അവര് പറഞ്ഞ ആ കാര്യങ്ങളിലൂടെ മനസ്സിനെ ഒന്ന് അടക്കി നിർത്താൻ പരിശ്രമിച്ചു. അതിന്റെ ഫലമായിട്ട് ഇന്നും ആ കാശ് എടുത്തു തീർന്നില്ല. അപ്പൊ ഇന്ന് ഉപ്പേരി വാങ്ങാനായാലും പൂക്കൾ വാങ്ങാനായാലും ഓരോന്നിനും നമ്മളത് എടുത്ത്, നമ്മളുടേതായ ഡ്രസ്സ്, ഓണക്കോടികള്, അമ്മയ്ക്ക് സാരി, അങ്ങനെയൊക്കെ ഞാൻ ആലുവയിൽ പോയിട്ട് എടുത്തിരുന്നു. അതൊക്കെ എടുക്കുമ്പോ എന്തൊരു അഭിമാനാണെന്നറിയോ. GPay ചെയ്യുമ്പോ അത് ഞാൻ RCMന്റെ അക്കൗണ്ട് പോലും എന്റെ ബാങ്ക് അക്കൗണ്ട് വേറെയാണ്. സാധാരണ അക്കൗണ്ട്, എനിക്ക് കോമൺ ആയ ഒരു അക്കൗണ്ട് ആദ്യമേ തൊട്ടുണ്ട്. ആ അക്കൗണ്ട് അല്ല ഞാൻ RCMന് ഉപയോഗിക്കുന്നത്. ആ ഒരു അക്കൗണ്ടില് RCMന്റെ പണം മാത്രമേ ഉള്ളൂ. കാരണം അത് വേറെ ഒന്നിന്റെ കൂടെ കൂട്ടിക്കുഴയ്ക്കാൻ പറ്റുന്ന അക്കൗണ്ട് അല്ല. അത് പ്യുവർ പക്ക ഇന്ത്യൻ മണിയാണ്. ബാക്കി എന്തിനൊക്കെ വരുന്നുണ്ടെങ്കിലും, പല ജോലികളും ചെയ്തിട്ടും പല കാര്യങ്ങളും ചെയ്തിട്ടും ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് ആൾക്കാർ, പുറമക്കാർ വാങ്ങുന്നുണ്ടെങ്കിലും, അവര് GPay ചെയ്യുന്നുണ്ടെങ്കിലും, അവര് മറ്റു പല പ്രൈവറ്റ് ഫാമിലൊക്കെ ജോലി ചെയ്തിട്ട് കിട്ടിയ ശമ്പളമാണ് എനിക്ക് GPay ചെയ്യുക. എന്റെ മനസ്സിൽ ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല, സെപ്പറേറ്റ് ആയിട്ട് കിടന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് RCMന് വേണ്ടി മാത്രമായിട്ടൊരു അക്കൗണ്ട് ഞാൻ എടുത്തത്. അതെങ്ങനെയാണെങ്കിലും മുൻകാലങ്ങളിൽ എനിക്ക് ശമ്പളം കിട്ടാനായിട്ട് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് ആയിരുന്നു. അപ്പൊ മറ്റ് ബാങ്കുകളിലേക്ക് അവർ ശമ്പളം ഇട്ടു തരില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അന്ന് കേരള ഗ്രാമീണ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിച്ചത്. അന്ന് പകലന്തിയോളം സുന്ദരൻ സാറ് പറഞ്ഞ പോലെ 100-130 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ശാരീരികവും മാനസികവുമായ ഒത്തിരി സങ്കടങ്ങളിലൂടെ കടന്നു പോയിട്ട് എനിക്ക് ആകെ കിട്ടുന്നത് 8,000 രൂപയായിരുന്നു. എത്രയോ വർഷങ്ങള്, ഒരു 19-20 വയസ്സ് മുതൽ ഞാൻ ജോലി ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഹൈയസ്റ്റ് ഇൻകം 46-ാമത്തെ വയസ്സിലാണ് എൻ്റെ കയ്യിൽ RCM കിട്ടുന്നത്. അതുവരെയും ഞാൻ ജോലി ചെയ്തിരുന്നു. ആ ഹൈയസ്റ്റ് ഇൻകം ആണ് ഈ പറയുന്ന 8,000. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭീമാകാരമായൊരവസ്ഥ, ഭയാനകമായൊരവസ്ഥ, നെഞ്ച് കീറുന്നൊരവസ്ഥ. അതിൽ നിന്നാണ്, അപ്പൊ അന്ന് ആ ഒരു അക്കൗണ്ട് ആ ഒരു പ്രൈവറ്റ് ഫേമിന്റെ നിർബന്ധപ്രകാരം തുടങ്ങിയ അക്കൗണ്ടാണ്. പക്ഷെ ഇന്ന് ആലോചിച്ച് നോക്കൂ, അതെല്ലാം സ്തംഭിച്ചു. അതിൽ നിന്ന് വേറെ ഒരു വരുമാനവും ആ അക്കൗണ്ടിലേക്ക് ഒന്നും വരുന്നില്ല. ഇപ്പൊ അതിലേക്ക് വരുന്നത് പ്യുവർ പക്ക ഇന്ത്യൻ മണി. അതിൽ നിന്ന് GPay ചെയ്യുമ്പോ എന്തൊരു സന്തോഷാന്നറിയോ മനസ്സിന്റെ ഉള്ളില്. മാറി നിർത്തി ചിന്തിക്കുക. അപ്പൊ അന്ന് എന്തൊക്കെ എനിക്ക് വേദനകൾ തന്നിരുന്നുവോ, എങ്ങനെ ഞാൻ RCMലേക്ക് എത്തിയോ, അതൊക്കെ വേദനയിലൂടെയാണ്. RCM ഇഷ്ടപ്പെട്ട് വന്നൊരു ബിസിനസ് അല്ല. ഭാഗ്യ മാഡം നിർബന്ധിച്ചു, അവസരം പറഞ്ഞു തന്നു. ഒരിക്കലും അവരെ ഞാൻ കേൾക്കാൻ തയ്യാറായില്ല.
അവരുടെ കൂടെ നിന്ന് ഒരു 100ാമത്തെ ആളായിട്ടാണ് ഞാൻ വന്നത്. ആലോചിക്കണേ, ഇന്ന് PV ചെക്ക് ചെയ്യുമ്പോ ലാസ്റ്റ് സമയത്തേക്കൊക്കെ വരുമ്പോ എനിക്കൊരു 4 ലക്ഷം PV ആണെങ്കിൽ എന്റെ ലീഡർക്ക് 5.5 ലക്ഷം PV യാ. അപ്പൊ എന്നെ ഇപ്പോഴും പറഞ്ഞു കളിയാക്കും, ചീത്ത പറയും എന്നോട്. അന്ന് പറഞ്ഞതല്ലേ ജയ, കേൾക്കാണ്ടല്ലേ എന്ന്. ശരിയാണ്. അപ്പൊ അവസരങ്ങൾ ഇങ്ങനെ നമ്മുടെ കയ്യിൽ വന്നുകൊണ്ടിരിക്കുന്നു. ആ അവസരത്തെ പൂർണ്ണമായും വിനിയോഗിക്കാൻ തയ്യാറായാൽ നമുക്കുള്ളതാണ് ജീവിത വിജയം. അങ്ങനെ വരുമ്പോഴാണ് എന്തൊരു കാര്യം, ഒരു ഉരുളൻകിഴങ്ങ് വാങ്ങിയാലും സബോള വാങ്ങിയാലും, ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെണ്ടുമല്ലിപ്പൂവ് ഈ ഓണത്തിന് വാങ്ങുമ്പോഴും ആ അക്കൗണ്ടിലൂടെ GPay ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഒരു അഭിമാനം, അത് നെഞ്ചത്ത് കൈവച്ച് പറയാം, ഇത് ഞാൻ അധ്വാനിച്ചത്, എന്റെ ടീമിനോടൊപ്പം നിന്ന് എന്റെ ലീഡേഴ്സിന്റെ സഹായത്തോടെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പാദ്യം. അതൊരിക്കലും എടുത്താൽ തീരില്ല. സജീവ് സാറൊക്കെ പറയാറുണ്ടല്ലോ, ഇപ്പൊ എടുക്കുന്നു അപ്പോഴേക്കും അടുത്ത മാസത്തെ വരുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നുള്ളത് ഉറപ്പാണല്ലോ. ഒരു ചെറിയ രീതിയിലെങ്കിലും ഞാനത് ഇപ്പൊ ആസ്വദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദി പറയാണ്. അപ്പൊ PV ആണ് നമുക്ക് പ്രധാനം. ഇന്നലെ നോബിൾ സാറിന്റെ ക്ലാസ് പരമാവധി കൊടുക്കാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇന്നലെ തുടങ്ങിയ ഒരു കാര്യമുണ്ട്. സെപ്റ്റംബർ എന്നാൽ എന്താണ് അതിന്റെ ഫുൾ ഫോം? ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം അതാ, സെപ്റ്റംബർ എന്താണ് അതിന്റെ ഫുൾ ഫോം? നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് അക്ഷരം S ആണ്. ഇന്നലെ കയറാത്തവരുണ്ടെങ്കിൽ, ഇന്നലെ കേൾക്കാത്തവരുണ്ടെങ്കിൽ, ഇന്നലെ എഴുതിയെടുക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ. നമുക്ക് 1-to-1 മീറ്റിങ്ങിലോ ഹോം മീറ്റിങ്ങുകളിലോ ആരോടെങ്കിലും ഒക്കെ പറയുമ്പോഴോ, കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ സെപ്റ്റംബർ എന്ന ഈ 30 ദിവസത്തിനുള്ളിൽ ഇത് തന്നെയാണ് പറയാനുള്ളത്. എന്താ കാരണം? അത് പിന്നാലെ വരും. ഇതിനെക്കുറിച്ച് തന്നെ പറയണം. വലിയൊരു വിഷനാണ് ഈ ഒരു മാസം രൂപം കൊള്ളാൻ പോകുന്നത്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്മാർട്ട്, ആദ്യത്തെ കാര്യത. ഏത് ക്ലാസ്സിനും നമ്മുടെ ലീഡേഴ്സ് നമ്മളോട് പറയുന്നത് എന്താ? സ്മാർട്ട് ആയിരിക്കണം, ചുറുചുറുക്കോടുകൂടെ ഇരിക്കണം. എപ്പോഴും ഗുരുനാഥൻ പറയാറുണ്ട്, തണുപ്പന്മാര് പോലും തണുപ്പന്മാരുടെ കൂടെ നിൽക്കാൻ ഇഷ്ടപ്പെടില്ല എന്ന്. ശരിയല്ലേ? ഞാനോ മിണ്ടാത്ത ഒരാള്, എനിക്കോ അധികം സാമർത്ഥ്യം ഇല്ല. അപ്പൊ പിന്നെ എന്റെ കൂടെ നിൽക്കുന്ന ആളും കൂടി സാമർത്ഥ്യം ഇല്ല എന്ന് വന്നാൽ പിന്നെ എങ്ങനെ മുന്നോട്ട് നീങ്ങാൻ സാധിക്കും? അപ്പൊ എന്റെ തണുപ്പൻ മട്ടിനെയും എന്റെ ഉള്ളിലുള്ള ആ ഒരു ഇൻട്രോവേർട്ടായ ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം പലർക്കും, അല്ലെ? അതിനെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ എന്റെ കൂടെ ഞാൻ അസോസിയേറ്റ് ചെയ്ത എന്റെ ലീഡർ സ്മാർട്ട് ആയിരിക്കണം, എപ്പോഴും ചുറുചുറുക്കോടുകൂടി നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. കൂടുതൽ വിശദീകരിക്കുന്നില്ല, അത് മനസ്സിലാക്കുക. പിന്നെ സെപ്റ്റംബറിൽ ആണ്, എനർജറ്റിക്. ഒന്നും കൂടെ സ്മാർട്ട് മാത്രല്ല, എനർജറ്റിക്. നമ്മളെ കാണുമ്പോഴേക്കും തോന്നണം, ഓ, ഒന്ന് കൈ കൊടുത്താൽ, അല്ലെങ്കിൽ വെറുതെ ഒന്ന്, ചിലപ്പോ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരുപക്ഷെ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോ കയ്യിൽ ചിലപ്പോ ഊണ് കഴിഞ്ഞിട്ടൊക്കെ കൈ കഴുകാൻ പോകുന്ന സമയമാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഊണ് കഴിക്കുന്നവരുണ്ടാവും. അപ്പൊ കാണാൻ ചില വ്യക്തിത്വങ്ങൾ ചുമ്മാ ഇങ്ങനെ ഒന്ന് തട്ടും. ആ തട്ടല് ഷേക്കിന്റെ കൊടുക്കാനപ്പോ പറ്റുമായിരിക്കില്ല. അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ വരണമെന്ന്. ആ ഒരു വ്യക്തിയെ കണ്ടാൽ, ഓ, എനർജറ്റിക് ആണ്, അതൊരു സന്തോഷമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറണം. പിന്നെ പോസിറ്റീവ്, അത് പറയാനില്ലല്ലോ, ഓൾവേസ് പോസിറ്റീവ്. അതിന് തന്നെയാണ് ഓരോ ട്രെയിനിങ് ക്ലാസ്സുകളും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും സജീവ് സാർ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രപഞ്ചത്തില് എന്റെ ശരീരത്തിലുള്ള ശക്തി, എന്നിലൊരു ശക്തിയുണ്ട്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരിലും ശക്തിയുണ്ട്. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്, അല്ലെ? ശക്തിയുണ്ട്, നമുക്ക് മാറ്റം വന്നു. ആ മാറ്റം വന്നത് കൊണ്ടാണ് ഇന്ന് ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും പരസ്പരം സംസാരിക്കുന്നു, കാണുന്നു, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇങ്ങനെയൊരു മാറ്റം, ആ രൂപാന്തര യാത്രയെ കുറിച്ച് തന്നെയാണ് ഇപ്പൊ പറയാൻ പോകുന്നത്, അല്ലെ? അപ്പൊ നമ്മളിലും ഒരു രൂപാന്തരം വന്നു. ആ രൂപാന്തരം വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നും 50 വയസ്സായ ഞാൻ എന്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് എങ്ങനെയാണോ പോന്ന് അന്ന് പായല് കമഴ്ന്ന് കിടന്ന് എന്റെ കാര്യങ്ങളൊക്കെ ആ പായല് തന്നെ നിർവഹിച്ചിരുന്ന പോലെ ഞാൻ കെടുക്കുമായിരുന്നു. അതാണ് രൂപാന്തരം വന്നല്ലേ. പണ്ടത്തെ ആ ഒരു വാനരനിൽ നിന്ന് മാറി കയ്യും കാലും വെച്ച് മനുഷ്യനായി മാറി എന്ന പോലെ എപ്രകാരമാണോ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന ആ ഒരു മൈൻഡ്, അതിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്ക്. നമുക്ക് മാറ്റം വന്നില്ലായിരുന്നുവെങ്കിൽ, സമയാസമയങ്ങളില് അക്ഷരങ്ങൾ പറയാൻ നമുക്ക് പറ്റുമായിരുന്നില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഇന്നും ആ പായല് നമ്മൾക്ക് എടുക്കുമായിരുന്നു. വേദന ഉണ്ടായിരുന്നു, അല്ലെ? മാറ്റം വരുമ്പോ വീണിരുന്നു, പൊട്ടിയിട്ടുണ്ടായിരുന്നു, അമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ടായിരുന്നു, സ്കൂളിൽ പോയപ്പോ ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞാൽ അതൊന്നും മനസ്സിലാവില്ല, ഇപ്പൊ അടിയൊന്നും ഇല്ലല്ലോ.
ഇപ്പോഴത്തെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ചൂരലില്ല, അടിയില്ല, ഒന്നുമില്ല. പക്ഷെ കഴിഞ്ഞൊരു കാലം, എന്റെ കാലം അങ്ങനെ ആയിരുന്നില്ല. നന്നായി ചീത്ത കിട്ടി, അടി കിട്ടി. പ്രോഗ്രസ് കാർഡ് കൊണ്ടുവരുമ്പോ മാർക്ക് പറഞ്ഞാല് ഇവിടെ നിന്നും കിട്ടും അടി, അവിടെ നിന്നും കിട്ടും അടി. സ്ലേറ്റിലൊക്കെ ആയിരുന്ന സമയത്തൊക്കെ ചോക്ക് കൊണ്ടൊക്കെ ഇഷ്ടം പോലെ മാറ്റി എഴുതിയിട്ടൊക്കെ ഉണ്ട് ഞാൻ. താറാമുട്ടയൊക്കെ കിട്ടുന്ന സമയത്ത് ഇപ്പുറത്തൊരു 5 അല്ലെങ്കിൽ 4 3 ഒക്കെ ഇട്ട് വെക്കും. കാരണം അമ്മയ്ക്ക് അധികം വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല, 4ാം ക്ലാസ്സിലെ പറ്റിച്ചിട്ടൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നല്ല, കാലഘട്ടം മാറി. അപ്പൊ ഞാൻ അതിലേക്ക് കടക്കല്ല. പോസിറ്റീവ്, ഓൾവേസ് പോസിറ്റീവ്, സദാസമയവും. അപ്പൊ എന്റെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയേക്കാൾ 10 മടങ്ങ് ശക്തിയാണ് നമ്മുടെ പ്രകൃതിയിലുള്ള നെഗറ്റീവ് ശക്തിക്കും പോസിറ്റീവ് ശക്തിക്കും. ചിന്തിക്കണം, എനിക്ക് ശക്തിയുണ്ട്. ഞാനെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും അവരുടെ ശക്തിയേക്കാളും 10 മടങ്ങ് നെഗറ്റീവ് ശക്തിയും 10 മടങ്ങ് പോസിറ്റീവ് ശക്തിയും ഈ പ്രപഞ്ചത്തിലുണ്ട്. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. അതില് എപ്പോ നമ്മളെ നെഗറ്റീവ് ശക്തി നമുക്ക് മുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നുവോ ആ നിമിഷം നമുക്ക് സങ്കടമായി. പിന്നെ നമുക്ക് ഒന്നും മുന്നോട്ട് നീങ്ങാൻ സാധിക്കില്ല. അപ്പൊ സാർ ഇങ്ങനെ കൈവച്ച് കാണിക്കും, ഇത് എന്റെ ശക്തി, ഇത് നെഗറ്റീവാണ്. ഈ ഒരു ശക്തി പ്രപഞ്ചത്തിൽ ഇങ്ങനെ നല്ലൊരു ശക്തി നിൽക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് താരതമ്യം ചെയ്ത് പോവാൻ, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് കൂട്ടിയിടിക്കാനും എന്ത് രീതിയിലായാലും ഈ ഒരു ശക്തി എപ്പോ നമ്മുടെ മൈൻഡ് ഇങ്ങനെ താഴത്തേക്ക് പോകുന്നുവോ ആ നിമിഷം പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ഈ നെഗറ്റീവ് ശക്തി നമ്മളെ വന്ന് ആക്രമിക്കും. അതോടുകൂടി നമ്മൾ ഡൗൺ ആയി പിന്നെ നമ്മളെ കാണാനില്ലാണ്ടാവും. അതിനാണ് പറയണത്, നിങ്ങൾ പ്രോഗ്രാമിൽ വരൂ. അത്തരം സന്ദർഭങ്ങളിൽ ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ്, കെയറിങ്, അപ്ലൈൻ, മെന്ററുടെ സഹായം തേടൂ. എന്തെങ്കിലും ഒരു വിളി, ആ ഒറ്റ വിളിയിൽ അത് വിളിക്കാനും തോന്നണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടു. അങ്ങനെ വിളിക്കാൻ തോന്നിയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. ഇനി നമ്മളുടെ മൈൻഡ് സെറ്റ് പക്കയാണെങ്കിൽ ആ ലീഡറുമായി, ആ മെന്ററുമായുള്ള നമ്മളുടെ ഒരു മനസ്സിന്റെ അടുപ്പുണ്ട്. അത് എങ്ങനെ ബോധ്യപ്പെടുത്തണം എന്നൊന്നും എനിക്കറിയില്ല. അത് ഓരോരുത്തർക്കും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം. ആ ഒരു അടുപ്പം ഫീൽ ചെയ്യുമ്പോ നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് സങ്കല്പിക്കുമ്പോ, ഒന്ന് വിളിക്കാമായിരുന്നു, തിരക്കിലാണാവോ, ഇങ്ങനെ ചിന്തിക്കും. വിളിക്കാമായിരുന്നു, ദൈവമേ തിരക്കിലാണാവോ, പലവട്ടം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ സമയം എന്റെ മെന്റർ സജീവ് സാർ എന്നെ വിളിച്ച നിമിഷങ്ങള് ഇന്നലെയും അങ്ങനെ തന്നെ സംഭവിച്ചു. 2-3 വട്ടം ഞാൻ വിളിക്കാനായിട്ട്, കാരണം ഇന്നത്തെ കുറിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. അപ്പൊ അതിനുവേണ്ടി വിളിക്കാൻ 2 വട്ടം ഫോൺ എടുത്തപ്പോഴും സാറ് തിരക്കിലാണാവോ, ഒരു വോയിസ് ഇട്ട് വെക്കാമായിരുന്നു, അത് മതി, ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, ഇന്നലത്തെ മിനിങ്ങാനത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് എന്താന്ന് അറിയില്ല. അങ്ങനെ ചിന്തിച്ച് ആ ചിന്തയുടെ ശക്തി അവിടേക്ക് എത്തി. കറക്റ്റ് ടൈമിൽ വിളിച്ചു. എനിക്കൊന്നും പറയാനുണ്ടായില്ല. അപ്പൊ ഇത് പലർക്കും അനുഭവം ഉണ്ടാവും. അതുകൊണ്ട് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കുക. പിന്നെ ടീം വർക്ക്, ടീമായി ചെയ്താൽ മാത്രമേ RCM വിജയിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ താഴെയുള്ളവരെ കൈ പിടിച്ച്, മുകളിലുള്ളവരുടെ കൈ ഇങ്ങനെ പിടിച്ച് താഴെയുള്ളവരെ പൊന്തിച്ച് ഇങ്ങനെ കൊണ്ടുവരണം. ഇതാണ് ടീം. ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കില്ല. ടീം വർക്ക്. അതിലൂടെ മാത്രം, അതല്ലാതെ സെയിൽ ചെയ്യണ്ടെന്നല്ല, എന്നും സെയിലായിട്ട് പോയിട്ട് കാര്യമില്ല. വിഷമൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. ഞാൻ നന്നായി സെയിലിന് പോയി. പിന്നെ സുന്ദരൻ സാറും സജീവ് സാറും ഷൈൻ ബാബു സാറും ഒക്കെ ടീം വർക്കിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു തന്നു. നിരവധി ക്ലാസ്സുകളിലൂടെ അതിന്റെ മഹത്വത്തെ കുറിച്ച് അറിഞ്ഞു. അപ്പൊ പതിയെ ടീമിലേക്ക് ഇറങ്ങി, ദൂരസ്ഥലങ്ങളിലേക്ക് ടീം സെറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ഒരു പ്രൊഡക്റ്റ് പോലും എനിക്ക് വിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നു. അപ്പൊ ഞാൻ സുന്ദരൻ സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ നിർത്താൻ പോവാണ് സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ്, എന്നെ കൊണ്ട് സാധിക്കില്ല. കാരണം എന്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും പോകുന്നില്ല, അയൽപക്കത്താരും വാങ്ങുന്നില്ല, എനിക്ക് ചെലവാക്കാനാണെങ്കിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. കാരണം ടീമിനെ സെറ്റ് ചെയ്യണ്ടേ. 1 രൂപ പോലും വീട്ടില് വരുമാനമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുക. അപ്പൊ സൂപ്പർ ഡയമണ്ട് ആണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല ചെയ്തിരുന്നത്. അത് ഗോപി സാർ പറഞ്ഞു, ഇങ്ങനെയാണ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് ആവർത്തിക്കുന്നില്ല. പക്ഷെ അത് ചെയ്തു പോന്നു. സുന്ദരൻ സാറിന്റെ നിർബന്ധ പ്രകാരം, നിർബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന നിർബന്ധമല്ല, ജയശ്രീ മാഡം സാധിക്കും, ഇത് നാളെ ജയശ്രീ മാഡത്തിന്റെ വീട്ടില് ഉൽപ്പന്നങ്ങൾ വന്ന ആൾക്കാർ വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. വിഷമിക്കണ്ട, ഞങ്ങൾ കൂടെ ഉണ്ട്, ടീമിനെ സെറ്റ് ചെയ്യൂ. ആ വാക്ക് ശിരസാ വഹിച്ച് ഒന്നും നോക്കാതെ സങ്കടപൂർവമാണ് ഞാൻ ഓരോ സൂപ്പർ ഡയമണ്ടും ചെയ്തിരുന്നത്. ഇന്ന് 38-39 മാസമായി സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ്, 40 മാസമായി തോന്നുന്നു ചെയ്തു പോരുന്നു. ഇന്ന് എനിക്ക് സെയിലിന് പുറത്തു പോവാതെ തന്നെ എന്റെ വീട്ടില് ദിവസവും 1000, 1500, 2000 രൂപയുടെ പ്രൊഡക്റ്റുകള്. ഇന്ന് തീയതി 4 ആയിട്ടുള്ളൂ അല്ലെ. ഈ 4-ാം തീയതിക്കുള്ളിൽ ഒരു 3 പെട്ടി തവിടെണ്ണ ഇവിടുന്ന് പോയി.
വിഷമം വല്ലതും ഉണ്ടോ? ദേ ഇരിക്കുന്നു ഇവിടെ ഒരു വലിയ ന്യൂട്രി ചാർജിന്റെ പാത്രത്തിൽ നിറച്ച് കാശാ. എത്ര സന്തോഷാന്നറിയോ മനസ്സിന്റെ ഉള്ളില്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ എത്തിയത് ലീഡർമാരെ അനുസരിച്ചത് കൊണ്ട് മാത്രം. അല്ലെങ്കിൽ സെയിൽ ചെയ്ത് MRPയും DPയും തമ്മിലുള്ള വ്യത്യാസം കീശയിലിട്ട് ഡിസ്പ്ലേ വാളിൽ കൂട്ടി വെച്ച് ഞാൻ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയേനെ. അതിനൊക്കെ ഞാൻ എന്റെ ഗുരുക്കന്മാരോട് നന്ദി പറയാണ്. അപ്പൊ ടീമായി വിജയിക്കണം, ടീമിനെ സെറ്റ് ചെയ്ത് വിജയിക്കണം. ഇനി എഡിഫൈ ആരെയൊക്കെ ഡിഫൈ ചെയ്യണം? ഫസ്റ്റ് പ്രൊഡക്റ്റ് ഡിഫൈ ചെയ്യണം. പ്രൊഡക്റ്റ് ആണ് RCMലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. ഞാൻ ഇതിൽ വന്നത് ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റ് ഉപയോഗിച്ചിട്ടാണ്. എന്റെ അമ്മയുടെ സ്റ്റൂള്, കക്കൂസയ്ക്ക് ഇരുന്നത് സ്റ്റൂളുമ്മലാണ്. ആ സ്റ്റൂൾ എടുത്ത് കളഞ്ഞ് നമ്മ സാധാരണ ക്ലോസറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ന്യൂട്രിചാർജ് BJയുടെ ഗുണമാണ്. വർഷങ്ങളോളം നന്ദകുമാറിനോട്, എന്റെ ഭർത്താവിനോട് പറഞ്ഞു, മരണം വരെ നീ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനുള്ള ഗുളിക കഴിക്കണം എന്ന് പറഞ്ഞ് ഏകദേശം ഒരു 5 വർഷത്തോളം ആ ഗുളിക കഴിച്ചിരുന്ന അദ്ദേഹം ഇന്ന് 3 വർഷമായി ആ ഗുളിക നിർത്തിയിട്ട് ഒരു ശരീരത്തിന് ഒരു പ്രശ്നമില്ല. ന്യൂട്രിചാർജ് മാനും വെജൊമേഗയും കഴിച്ചതിന്റെ റിസൾട്ട്. പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഏറ്റവും ആദ്യം എഡിഫൈ ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ കമ്പനിയെ, നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിനെ, ഒപ്പം നമ്മുടെ കൂടെ വന്ന അസോസിയേറ്റ്സിനെ നെഞ്ചോട് ചേർത്ത് എഡിഫൈ ചെയ്യണം. നമ്മുടെ കൂടെ വന്ന അസോസിയേറ്റ്സ് ഉണ്ടല്ലോ, നമ്മളെ വിശ്വസിച്ചിട്ടാണ് അവർ നമ്മുടെ കൈ പിടിച്ച് വന്നിരിക്കുന്നത് അല്ലെ. ഇനി അത് മാത്രല്ല, നമ്മളുടെ കൂടെ കൊണ്ടുവന്നവര് അവരും ഉണ്ട് അല്ലെ. ഒത്തിരി പേര് നമ്മോടൊപ്പം യാത്രയുണ്ട്. തുടക്കത്തിൽ ഞാൻ വരുമ്പോ എന്റെ താഴെ കുറെ പേരൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആരെയും അറിയില്ല, കാരണം ഞാൻ നേരിട്ട് ആരെയും കൊണ്ടുവന്നിട്ടില്ല. എന്റെ വിശ്വാസം എന്താ, ഞാൻ നേരിട്ട് കൊണ്ടുവന്ന ആള് മാത്രമാണ് എന്റെ. പക്ഷേ ക്ലാസ്സുകൾ കേട്ടപ്പോ മനസ്സിലായി അങ്ങനെയല്ല. എനിക്ക് താഴെ എന്റെ അപ്ലൈൻ ലീഡേഴ്സും എന്റെ കൂടെ വന്നവരും ആരൊക്കെ കൊണ്ടുവരുന്നുണ്ടോ അതൊക്കെ എന്റെ തന്നെയാണ്. അങ്ങനെ കൈപിടിച്ച് അന്ന് തുടക്കത്തിൽ 10ഓ 20ഓ പേരുണ്ടായിരുന്ന എനിക്കിന്ന് എന്റെ താഴെ 500ഓളം ആൾക്കാരെത്തി. ഒത്തിരി സന്തോഷല്ലേ. അതൊരു സൈഡിൽ മാത്രമാണ് പറയുന്നത്. അപ്പൊ അതിനൊക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ എഡിഫിക്കേഷൻ ചെയ്ത് പൊന്തിച്ചു കൊണ്ടുവരണം. പിന്നെ മോട്ടിവേറ്റിംഗ് നമ്മുടെ ഒരു വാക്ക്, ആ ഒരു വാക്ക് കൊണ്ട് തീരുമാനം എടുക്കാൻ സാധിക്കണം. അങ്ങനെയാണ് ഞാൻ RCM തീരുമാനം എടുത്തത്. ഒരൊറ്റ വാക്ക്, നമ്മുടെ വാക്ക്, നമുക്ക് നമ്മളെ മോട്ടിവേഷൻ ചെയ്യണം, സമ്മതിച്ചു. പക്ഷെ മറ്റൊരു വ്യക്തി നമ്മോട് പറയുന്ന ഒരു വാക്കിലൂടെ ആയിരിക്കാം നമ്മുടെ ജീവിതം മാറി മറിയുക. ഇല്ലെങ്കിൽ തകർന്നു പോകുമായിരുന്നു. ഒരുപാട് RCMൽ മാത്രമല്ല ജീവിതത്തിൽ പോലും അനുഭവങ്ങളുള്ള ഒത്തിരി പേര്, പിങ്കി മേഡം ഓണാക്കിയിരിക്കുന്നുണ്ട്. നല്ല പൊള്ളുന്ന അനുഭവങ്ങളൊക്കെ ഉള്ള കുട്ടിയാണ്. അതൊക്കെ ഒരൊറ്റ നിമിഷത്തെ വാക്കുകൊണ്ടാണ് ലൈഫ് തിരിച്ചു കിട്ടിയത്. ഞാൻ അന്ന് RCMന്റെ തളിക്കുളം ഷോപ്പിൽ ഇരുന്ന് അദ്ദേഹത്തിന്റെ, സജീവ് സാറിന്റെ ത്രിദിനം കേട്ടു. ആ കേട്ട സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടായ ചില തീരുമാനങ്ങള്, അതിന്റെ ഫലമായി ജോലി റിസൈൻ ചെയ്യുമ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ജയശ്രീ മാഡം ധൈര്യമായി റിസൈൻ ചെയ്യൂ, ഞാൻ നോക്കിക്കോളാന്നല്ല, ധൈര്യമായി റിസൈൻ ചെയ്യൂ, എന്നിട്ട് ആത്മസമർപ്പണത്തോടു കൂടി RCM ബിസിനസ് ചെയ്യൂ. എന്റെ കൊക്കില് ജീവനുള്ള കാലം വരെ ഞാൻ കൂടെ ഉണ്ടാവും. എന്റെ കാലം കഴിഞ്ഞാൽ എന്റെ കാശിനാഥനും ഗായത്രിയും ജയശ്രീ മാഡത്തിന്റെ കൂടെ ഉണ്ടാവും. സത്യം, ആ വാക്ക് മനസ്സിൽ തട്ടി പറയുന്നതാ. അപ്പൊ RCMനെ നെഞ്ചോട് നമ്മൾ ചേർക്കുക, മോട്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു അങ്ങനെ. അപ്പൊ എന്റെ വാക്ക് കേട്ട് മറ്റൊരാൾക്ക് പ്രചോദനമാകണം. അടുത്തത് എന്താ? ബ്രൈറ്റ് നല്ലൊരു ഭാവി, തിളക്കമുള്ള ഒരു ഭാവി മുന്നിൽ കാണണം. നല്ല തിളക്കം. ദാ വരുന്നു രൂപാന്തരണ യാത്ര. 25 വർഷം. ഒന്നിങ്ങനെ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞേ, 25 വർഷം എത്തി നിന്നു. ഇനി ഏത് അംബാനി വന്നാലും, ഏത് റിലയൻസ് വന്നാലും, ആര് വന്നാലും നമുക്കൊപ്പം എത്താൻ പറ്റുമോ? കാരണന്മാര് പറയില്ലേ, നിന്നേക്കാൾ 10 ഓണം ഞാൻ കൂടുതൽ ഉണ്ടൂന്ന് അല്ലെ. അങ്ങനെ തന്നെയാണ് RCMന്റെ യാത്ര. അപ്പൊ ആ ഒരു മനോഹരമായ അവസ്ഥയിൽ തിളങ്ങുന്ന ഒരു ഭാവി നമ്മുടെ മുന്നിൽ നമ്മൾ കാണണം. പിന്നെ എൻഗേജ്ഡ്, എപ്പോഴും ബിസി ആയിരിക്കണം. അടുക്കളയിൽ ചോറും കറിയും വെക്കുന്ന ബിസി അല്ല കേട്ടോ പറഞ്ഞത്. എപ്പോഴും നമ്മൾ ബിസി ആയിരിക്കണം. ഫുൾ ടൈം, ഏത് സമയവും കണ്ണും കാതും കൂർപ്പിച്ച് ഒരു ഫോൺ കോൾ വന്നാൽ ഉടനെ നമുക്കതിന് മറുപടി കൊടുക്കാൻ, എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വാട്സപ്പില്, ഇന്ന് വരെ ഞാനത് തെറ്റിക്കാത്തൊരു വ്യക്തിയാണ്. അതും എന്റെ സജീവ് സാറിന്റെ നിർദ്ദേശമാണ്. അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. തിരക്കാണെങ്കിൽ രണ്ടാമത് വിളിക്കരുത്, കട്ട് ചെയ്യുക. പക്ഷേ ഉടനെ വാട്സപ്പിൽ അവർക്ക് പറ്റുന്ന നിർദ്ദേശം കൊടുക്കൂ. ക്ലാസ് അല്ലാത്ത സമയങ്ങളിലൊക്കെ ഞാനത് ചെയ്തു പോരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം ഇവരുടെ ഈ ലീഡേഴ്സിന്റെ സഹായത്തോടെ എനിക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ ബിസി ആയിരിക്കുക. പിന്നെ റെസ്പെക്ട്,
ഇതെല്ലാം ഈ പറയുന്നതിന്റെ എല്ലാം ആകെ തുകയാണ് റെസ്പെക്ട്. കാണുന്നവരോട് ബഹുമാനം, സ്നേഹം, ആദരവ്, ഇതൊക്കെ കൊടുത്താൽ നമുക്ക് തിരിച്ചു കിട്ടും. ആ ഒരൊറ്റ നിമിഷം മതി എല്ലാറ്റിനെയും മനോഹരമാക്കാൻ. അപ്പൊ ഈ സെപ്റ്റംബർ എന്ന ഈ കുറച്ചക്ഷരങ്ങൾ ഇതിനെ നമ്മൾക്ക് മനോഹരമാക്കണമെങ്കിൽ ഇതിലെ ഓരോന്നും സ്മാർട്ടായി, എനർജറ്റിക് ആയി, പോസിറ്റീവായി ടീം വർക്ക് ചെയ്ത്, എഡിഫൈ ചെയ്ത്, മോട്ടിവേറ്റിംഗ് ചെയ്ത്, ബ്രൈറ്റ് ആയി, എൻഗേജ്ഡ് ആയി, റെസ്പെക്റ്റോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്തു പോയാൽ ജീവിതം മാറി മറിയും. അങ്ങനെ മാറി മറിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ജസ്റ്റ് നിലവിലുള്ള ഒരു 1-2 ഓഫറുകളെ കുറിച്ച് ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് സെപ്റ്റംബറിന്റെ ആഘോഷത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ഒരു ഓഫർ, ഗാമ 100 എണ്ണം ചെയ്താൽ പഞ്ചാബിലെ ദൂരിയിൽ പോകാനുള്ള അവസരമുണ്ട്. എല്ലാവർക്കും അതറിയാം. ലാസ്റ്റ് ആണ്, ഈ മാസത്തോടു കൂടിയാണ് ആ ഒരു ടാർജറ്റിന്റെ ലാസ്റ്റ് ആണ്. ഈ മാസം 30-ആം തീയതിക്കുള്ളിൽ ആ 100 എണ്ണം. പലരും 100 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, പലരും 50-ഉം 60-ഉം 70-ഉം ചെയ്തവരുണ്ട്, 10-ഉം 20-ഉം 30-ഉം ചെയ്തവരുണ്ട്, ഇനി ഒന്നും ചെയ്യാത്തവരുണ്ട്. എല്ലാവർക്കും ഈ ഒരു 30-ആം തീയതിക്കുള്ളിൽ തീരുമാനം എടുക്കാം. ഞാൻ 65 എണ്ണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഓരോന്നും കാണണം, ചില കാര്യങ്ങൾ കാണണം. കണ്ടാലല്ലേ, നെഞ്ചത്ത് കൈവച്ച് ഞാൻ കമ്പനി കണ്ടു, ഞാൻ അവിടെ പോയിട്ട് ഗോതമ്പ് പൊടി ഉണ്ടാക്കുന്നത് കണ്ടു, ചായപ്പൊടിയുടെ ഞാൻ കണ്ടു, സോപ്പ് ഉണ്ടാക്കുന്നത് കണ്ടു, തുണി ഉണ്ടാക്കുന്നത് കണ്ടു എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ ഒരു അഭിമാനം വരണമെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നേരെ, മറ്റുള്ളവർ പറയുന്ന ചില വാക്കുകൾക്ക് നേരെ നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടേ പറ്റൂ. അപ്പൊ അതുണ്ട്. രണ്ടാമത്തെ ഒരു ഓഫർ ഹരിത സഞ്ജീവനി നമുക്ക് ബീനു സാറ് തന്നിട്ടുള്ളതാണ്. അത് 25,000 PVO അല്ലെങ്കിൽ 40,000 PVO ആയാല് മഹാരാഷ്ട്രയിലെ നാസിക്കിലെ കമ്പനിയിൽ പോയിട്ട് ഫാക്ടറി വിസിറ്റ് ചെയ്ത് ആ കർഷക സംബന്ധമായ, കൃഷി സംബന്ധമായ ഒത്തിരി കാര്യങ്ങൾ എങ്ങനെ, എപ്പോ, എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് പഠിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നല്ലൊരു അറിവ് കിട്ടും. പിന്നെ വരുന്നതാണ് ഓണക്കിറ്റ്. അതിന്റെ തരംഗം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒത്തിരി ഓണക്കിറ്റുകൾ ടെർമിനേറ്റ് ID ആക്റ്റീവ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ഓണക്കിറ്റിലൂടെ പുതിയ പുതിയ ജോയിനിങ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കിറ്റ് കൊടുത്ത വീടുകളിൽ വീണ്ടും ഉൽപ്പന്നങ്ങൾ, അതാണ് ഒരു പരിചയമില്ലാത്ത വീടുകളിൽ കിറ്റ് എത്തിച്ചപ്പോ അവർക്ക് ഉൽപ്പന്നങ്ങൾ വീണ്ടും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൂടെയൊക്കെ ഓണക്കിറ്റ് ഒരു തരംഗമായി മാറുകയാണ്. ശരിക്കും ഇന്ന് നന്നായിട്ട് നമുക്ക് കൊടുക്കാം. ഇന്ന് എല്ലാവരും ഉത്രാടപ്പാച്ചില്ല, ഒത്തിരി പേര് ഇന്നായിരിക്കും സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. അപ്പൊ നമുക്ക് ഇന്നും അതിനുള്ള അവസരമുണ്ട്. തിക്കും തിരക്കും പണി ഉണ്ടെങ്കിലും അതിന്റെ ഉള്ളിലെല്ലാം നടക്കും. അങ്ങനെ തന്നെയാണ് RCM മുന്നോട്ട് പോകുന്നത്. ഒരുപാട് സാമ്പത്തിക ഇഷ്യൂസും ഒരുപാട് പ്രശ്നങ്ങളും ഉള്ളവരുടെ തലയിലാണ് വീണ്ടും RCM എന്നൊരു വലിയ പ്രശ്നം വന്നു കയറുന്നത്. അപ്പൊ ആ RCM എന്ന വലിയ പ്രശ്നത്തെ, ഇത് സുന്ദർജി എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ കയ്യിലുണ്ടാകുന്ന മാറാപ്പുകൾ, നിങ്ങളുടെ കയ്യിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകള്, ഇതെല്ലാം കൂടി നിങ്ങൾ ഏറ്റെടുത്തോ. അതിന്റെ കൂടെ RCM എന്ന മാറാപ്പ് ഇതേ തലയിൽ വെച്ചോളാൻ പറഞ്ഞു. തലക്കുളത്ത് ഒരു ട്രെയിനിങ് ക്ലാസ്സിൽ ത്രിദിനത്തില് രാജേഷ് സാറിന്റെ തലയിലാണ് ആ വലിയൊരു RCMന്റെ ബാഗ് വെച്ചു കൊടുത്തു. ഈ കയ്യിലൊരു ബാഗ്, ഈ കയ്യിലൊരു ബാഗ്, തണ്ടയിലൊരു ബാഗ്, ഇവിടെ ഒരു ബാഗ്. ആ വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. സത്യമാണ്, വിഷൻ, അതാണ് സുന്ദർജിയുടെ പവർ. അദ്ദേഹം കാണിച്ചു തന്ന ആ ഒരു വിഷൻ വേറെ ഒന്നും അവിടെ കാണിക്കണ്ട. മൂർത്തി സാറ് പറയില്ലേ, മിണ്ടാത്തോനും RCM ചെയ്യാം. പല്ല് തേക്കാൻ പറയാനായിട്ട് മിണ്ടണം എന്നില്ലല്ലോ. അവനെ ഇങ്ങനെ കൈ കാണിച്ച് ഇങ്ങനെ വിളിക്കുക, ഇങ്ങനെ കാണിക്കുക, അവൻ പല്ലേക്കും ഈ പേസ്റ്റും കാണിച്ചു കൊടുത്താൽ മതി എന്ന പോലെ സുന്ദർജി അന്നൊരു വിഷൻ കാട്ടി തന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ കൊള്ളാവുന്നിടത്തൊക്കെ എല്ലാവരും ബാഗും വാങ്ങി ഇട്ടു. അവസാനം വലിയൊരു ബാഗ്, സുന്ദരൻ സാറിന്റെ ഒരു മൊത്തം ബാഗ് എടുത്തിട്ട് തലയിലും വെച്ചു കൊടുത്തു. ഇതാണ് RCM, ഇത് കൊണ്ടുപോക്കോ. അപ്പൊ ഇത് ഇങ്ങോട്ട് തലയിൽ വെച്ച് കഴിയുമ്പോ ബാക്കി ശരീരത്തിലെ മറ്റു ഭാരങ്ങൾ പതിയെ അങ്ങോട്ട് അഴിഞ്ഞു പോകും. അത് കറക്റ്റാണ്. അങ്ങനെ അഴിഞ്ഞഴിഞ്ഞു പോയൊരു വ്യക്തി തന്നെയാണ് ഞാൻ. എല്ലാ ഭാരങ്ങളും ഉണ്ടായിരുന്ന NSSന്റെ സെക്രട്ടറി, മറ്റേ കുടുംബസമിതിയുടെ സെക്രട്ടറി, പൂര കമ്മിറ്റിയുടെ സെക്രട്ടറി. ഇനി ലോകത്ത് ഈ നാട്ടിൽ എവിടെ ആരൊക്കെ മരിച്ചാലും അവിടെയൊക്കെ പോവും, അന്നത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, എന്തൊക്കെ ചെയ്യാൻ ഏറ്റെടുക്കും അത് മൊത്തം ഏറ്റെടുത്തു. പക്ഷെ ഒരു ഉപകാരം ഉണ്ടായില്ല. ഈ യൂട്രസിലെ ഫൈബ്രോയിഡും സിസ്റ്റും ഗർഭപാത്രവും ഒക്കെ പോയേനും ഈ നാട്ടിലെ മൊത്തം സേവ ചെയ്തിട്ട് അതൊന്നും എനിക്ക് തിരിച്ചു കൊണ്ടുതരാനായിട്ട് RCM അല്ലാതെ ഒരു പ്രസ്ഥാനത്തിനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വലിയ ഭാരം തലയിൽ കയറ്റിയപ്പോ മറ്റുള്ള ഭാരങ്ങളൊക്കെ ഒഴിഞ്ഞു, തലയുടെ കനവും കുറഞ്ഞു, കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു, ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ട്. അത് സജീവ് സാറും സുന്ദര സാറും ഒക്കെ പൊട്ടിക്കോളും. ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് തോന്നൂലോ, എനിക്ക് എന്തൊക്കെയാ പറയാൻ കിട്ടുന്നുണ്ടല്ലോ. അത് സമയങ്ങളിൽ കൊട്ടി 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 നമ്മളെ ശരിയാക്കും. അപ്പൊ ഓണക്കിറ്റുകൾ നല്ല രീതിയിൽ
മുന്നോട്ട് പോവുക. ഇനി ഇതൊക്കെ നമുക്ക് ആഘോഷമാക്കി മാറ്റണം അല്ലേ? ആഘോഷം വരുമ്പോൾ ആദ്യം എന്താ ചെയ്യുക? ഇത് ഞാൻ ഇന്ന് കേട്ടതല്ല കേട്ടോ. ആഘോഷം വരുമ്പോ ഞാൻ ചിന്തിക്കുക എന്റെ മനസ്സില്, ആഘോഷം വരുമ്പോ പുതിയ ഡ്രസ്സ് എടുക്കണം, പെരയും പുറമൊക്കെ അടിച്ച് വെടുപ്പാക്കണം, ഈ പൊട്ടിയ മക്കളെയൊക്കെ കളയാന്ന് പറയില്ലേ, എന്ന മാതിരി ബെഡ്ഷീറ്റ് ഒക്കെ എടുത്ത് കഴുകണം. ഇപ്പൊ എന്റെ കല്യാണമാണ്. കല്യാണ സമയത്ത് ഒത്തിരി പേരെ ക്ഷണിച്ചിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അച്ഛനും അമ്മയും ഇതൊക്കെ ചെയ്തത്. അതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല. അപ്പൊ ആ സമയത്ത് ഒത്തിരി പേരെ ക്ഷണിക്കുന്നുണ്ട്, വീട് വെടുപ്പാക്കുന്നുണ്ട്. കളിമണ്ണും പെരയാണെങ്കിലും അത് വറാല തട്ടാനായിട്ട് ആൾക്കാരെ നിർത്തിയിരിക്കുന്നു. ആകെ ജഗപൊക ബഹളം. ഉള്ള പെരയുടെ മുൻപിൽ ഒരു ചെറിയ തിണ്ണ കെട്ടുന്നു. എന്തൊക്കെയാണ് അവിടെ നടക്കണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഒരു ഭാഗത്ത് ലോണിന് വേണ്ടി ഓടുന്നു. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതൊക്കെ ഒരു ദിവസം എവിടെയാണ്, ചേറ്റുവേല മറ്റൊരു ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സജീവ് സാറിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹം ചോദിച്ചു, ഒരാഘോഷം വരുമ്പോ നിങ്ങൾ എന്താണ് ചെയ്യാന്ന് വെച്ചു. അപ്പൊ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെയാണല്ലോ അത് പറഞ്ഞു. പലരോടും ചോദിച്ചു, ആരും ഒരു മറുപടിയും ശരിയായിട്ട് പറഞ്ഞില്ല. അപ്പോഴാണ് സാറ് പറയുന്നത്, ആഘോഷം വരുമ്പോ ആദ്യമായിട്ട് നമ്മൾ ഒരുങ്ങണം. അതിനൊരു ഉപമ എന്താ പറഞ്ഞതെന്നറിയോ? അതായത് ഒരു വ്യക്തി വീട്ടിൽ നിൽക്കുകയാണ്. അദ്ദേഹം വീട്ടിലെ കാരണവരാണ്. വീട്ടിൽ അന്ന് ചെടികൾക്ക് നനയ്ക്കുകയാണത്രേ. ചെടികൾക്ക് നനയ്ക്കുന്ന സമയത്ത് സാധാരണ ഒരു കുത്തിക്കീറിയ മുണ്ട് എടുത്തിട്ടുണ്ട്. ഒരു കാവിമുണ്ടോ അല്ലെങ്കിൽ ഒരു ലുങ്കിമുണ്ടോ, അത് എവിടെയെങ്കിലുമൊക്കെ തട്ടി, ചെടിയുടെ മണ്ടല എവിടെയെങ്കിലും തട്ടിയിട്ട് ഒരു കുത്തിക്കീറിയ ഒരു ഓട്ട ഉണ്ടാവും. അതിപ്പോ വീട്ടിലല്ലേ, ആര് കാണാൻ? ഷർട്ട് ആണെങ്കിൽ ഇട്ടിട്ടില്ല, വിഷൻ കാണണേ. ഇതെനിക്ക് അദ്ദേഹം എത്ര വർഷങ്ങൾക്ക് മുൻപ്, 3 കൊല്ലം മുൻപ് പറഞ്ഞു തന്നതാ, ഞാൻ അന്ന് എഴുതി വെച്ചതാ. അപ്പൊ ഈ ചെടിക്ക് നനയ്ക്കുന്നതിന്റെ ഇടയിലാണ് ഭാര്യ അകത്ത് നിന്ന് വിളിച്ചിട്ട് പറയുന്നത്, ചേട്ടാ കൂട്ടാൻ വെക്കാൻ, തനി നാടൻ കൂട്ടാൻ വെക്കാൻ ഒന്നുമില്ല, കുറച്ച് മീൻ വാങ്ങിച്ചിട്ട് വായോട്ട എന്ന് അകത്ത് നിന്ന് വിളിച്ച് പറയാണ്. അപ്പൊ ഓൾറെഡി സാമാന്യ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ഷർട്ട് ഇടാതെ ആ കുത്തി കീറിയ മുണ്ടെടുത്തിട്ട് ഒരു മീൻ വാങ്ങാൻ മാർക്കറ്റിലേക്ക് പോവില്ല. അദ്ദേഹം ആ നനച്ചുകൊണ്ടിരിക്കുന്ന ടാപ്പ് അതും തുറന്നിട്ടില്ല, അതും അടച്ചു വെച്ച് കയ്യും കാലൊക്കെ ഒന്ന് കഴുകി ഉള്ളിലേക്ക് കയറി ആ കുത്തിക്കീറിയ മുണ്ട്, ഇങ്ങനെയാ പറഞ്ഞു തന്നെ, കുത്തിക്കീറിയ മുണ്ടൊന്ന് മാറ്റി ഒരു ടീഷർട്ടെങ്കിലും എടുത്തിട്ടിട്ടാണ് അദ്ദേഹം ആ മീൻ വാങ്ങാൻ പോവുക. അപ്പൊ മീൻ വാങ്ങാൻ പോകണമെങ്കിൽ പോലും നമ്മൾ ഒരുങ്ങിയേ പറ്റൂ. ഇവിടെ നമുക്ക് ഒരു ആഘോഷം വരാൻ പോകുന്നുണ്ട് അല്ലെ, രൂപാന്തരം യാത്ര. അതെ, ഞാൻ പോസ്റ്റർ ഇട്ടിട്ടുണ്ട് എന്റെ ബാക്കിൽ. എന്തൊരു ചന്താണ് നോക്കൂ. ആ ഷർട്ടും ആ പാന്റും അതുപോലെ നമ്മുടെ കുത്താമ്പള്ളി സാരിയും ഒക്കെ ഉടുത്തിട്ടുള്ള നല്ല അതിമനോഹരമായൊരു വേഷം. രൂപാന്തരം യാത്രക്കുള്ള യാത്ര. രൂപത്തിലും ഭാവത്തിലും ബിസിനസ്സിലും ജീവിതത്തിലുടനീളം മാറ്റം വരുന്ന മനോഹരമായ യാത്ര. സിൽവർ ജൂബിലിയുടെ നിറവിലാർസ്യം. ആലോചിച്ച് നോക്കൂ, 25 വർഷം എത്തി നിൽക്കുന്നു. സിൽവർ ജൂബിലിയുടെ നിറവിലാണ്. ഇനി ആരുണ്ട് നമ്മളെ തോൽപ്പിക്കാൻ? ഇനി ആർക്ക് സാധിക്കും നമ്മളെ പിന്നിലാക്കാൻ? ഇനി ഒരാൾക്കും സാധിക്കില്ല. സ്പെഷ്യൽ ഡേ 2025 ഒക്ടോബർ 2. ഒക്ടോബർ 2 അല്ലെങ്കിൽ നമ്മൾ മറക്കില്ല. മഹാനായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഒക്ടോബർ 2. ഇവിടെയും അദ്ദേഹത്തെ സെക്കൻഡ് ഗാന്ധി എന്നല്ലേ വിശേഷിക്കപ്പെടുന്നത്. ശരിക്കും എനിക്ക് തോന്നാറുണ്ട് ഒരു പ്രതിരൂപം. നമ്മൾ നേരിട്ട് അദ്ദേഹത്തെ കണ്ടവർക്കും ഫോണിലൂടെ ആണെങ്കിലും മീറ്റിങ്ങിലൂടെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ആ രൂപം അതൊന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് സങ്കല്പിച്ചു നോക്ക്, എന്നിട്ട് ഒന്ന് നമിക്കേ. കാരണം അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് നമുക്കൊക്കെ ഈ സിസ്റ്റത്തിലേക്ക് എത്താൻ സാധിച്ചത് അല്ലെ. അദ്ദേഹത്തിന്റെ മഹത്തായ ചിന്താഗതി, ഒരു പാൻ പീസും ഷർട്ട് പീസിൽ നിന്നും തുടങ്ങിയ ബിസിനസ് ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങൾ അത് കൊണ്ടുപോയി വിറ്റ് ധാരാളം കാശൊക്കെ ഉണ്ടാക്കി അത് ഉൽപ്പാദിപ്പിക്കുന്ന അദ്ദേഹത്തിന് നിരവധി സംരംഭങ്ങളിലൂടെ വിജയിക്കാൻ സാധിച്ചപ്പോൾ വാങ്ങി ഉപയോഗിക്കുന്നവന് കൂടി ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടണം എന്ന മഹത്തായ ചിന്തയുടെ അടിസ്ഥാനത്തില് 2000 ഓഗസ്റ്റ് മാസത്തിൽ RCM എന്ന ബ്രാൻഡ് നെയിമിൽ ഡയറക്ട് മാർക്കറ്റിംഗിന് രൂപം കൊടുത്ത മഹാനായ വ്യക്തിത്വം TCG. നമിക്കുന്നു അദ്ദേഹത്തിന്റെ മുൻപില്. അപ്പോ അദ്ദേഹമാണ് ഒക്ടോബർ 2-ാം തീയതി. ആദ്യത്തെ ആഘോഷം വരുന്നത് സെപ്റ്റംബർ 30 കണ്ണൂരിലാണ്, ഒക്ടോബർ 1 തൃശ്ശൂരിലാണ്. ഒരുപാട് രഥയാത്രയിലൂടെ കടന്നു വരുന്നു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ കേരളത്തിൽ എത്തുന്നു. അത്താണിയിൽ നിന്നൊരു യാത്ര സിയാൽ കൺവെൻഷൻ സെന്ററിലേക്ക്. ഒന്ന് ചിന്തിക്കൂ, മനസ്സിലൊന്ന് വെറുതെ സങ്കല്പം ചെയ്തു നോക്കൂ. രൂപാന്തരം യാത്രയുടെ ഡ്രസ് കോഡ് ധരിച്ചുകൊണ്ട് പുരുഷന്മാരും സ്ത്രീകളും ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച അകക്കണ്ണിൽ ഒന്ന് കണ്ടേ. അവിടെ ഇരിക്കുന്നവര്, നിങ്ങൾ അടുക്കളയിൽ ഒരു ദോശ മറിച്ചിടുകയാണെങ്കിൽ ഒരു നിമിഷം ആ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യേ.
എന്നിട്ട് ഒന്ന് സങ്കല്പം ചെയ്യേ, ഈശ്വര, ഞാൻ ആ പെരുമഴ ജനങ്ങളുടെ പെരുമഴയുടെ ഉള്ളില് ഞാൻ എന്റെ കുത്താമ്പള്ളി സാരി ഉടുത്ത് അതിനനുബന്ധമായ ജാക്കറ്റ് ഇട്ട് എന്റെ കൂടെ എന്റെ കുടുംബത്തിലുള്ള എന്റെ മക്കളെയോ എന്റെ ഭർത്താവിനെയോ എനിക്ക് പരിചയമുള്ള എന്റെ സുഹൃത്തുക്കളെയോ അവർക്കൊക്കെ ആ കുത്താമ്പള്ളിയിൽ ആ മനോഹരമായ ഷർട്ട് ഇട്ട് ഡ്രസ് കോഡ് ധരിച്ചു നിൽക്കുന്ന ഒരവസ്ഥ, ആ ജനലക്ഷങ്ങള് ആ തേക്കിൻകാട് മൈതാനം ഒന്ന് സങ്കല്പം ചെയ്യുക, അല്ലെങ്കിൽ ആ സിയാൽ കൺവെൻഷൻ സെന്ററിന്റെ 5000 പേരിരിക്കുന്ന ആ ഒരു മഹത്തായ പ്ലാറ്റ്ഫോം ഒന്ന് സങ്കല്പം ചെയ്യുക. അവിടെ വേറൊരു കുഞ്ഞും ഒരു ഡ്രസ്സിന് പോലും വന്നിട്ടില്ല, കുഞ്ഞു മക്കളടക്കം ആ സാരിയൊക്കെ വെട്ടിത്തുന്നി, ഉടുപ്പ് തുന്നി, പാവാട തുന്നി, ദാവണി തുന്നി, ഒന്ന് മനസ്സിലൊന്ന് സങ്കല്പം ചെയ്ത്. എത്ര മനോഹരമായ അവസ്ഥ അല്ലെ. ചിന്തകൾക്കപ്പുറത്ത് അത് ചിന്തിച്ചവർക്കത്, എനിക്കിവിടെ എന്റെ ശരീരത്തിൽ രോമൊക്കെ പൊന്തി. അങ്ങനെ ഒരു വലിയൊരു ദിവാകരൻ സാർ ചിരിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പെരുമഴ പെയ്യണം. ഞാൻ അവിടെ നിൽക്കുന്നു, പ്രപഞ്ചം നമുക്ക് പുഷ്പവൃഷ്ടി ചെയ്യും. സത്യം, നിങ്ങളുടെ ശിരസിനുള്ളില് പ്രപഞ്ചത്തിൽ നിന്ന് 33 കോടി ദേവഗണങ്ങൾ ഉണ്ടെന്നാണ് സങ്കല്പം അല്ലേ. ഇത് രാമന്റെയും ക്രിസ്തുവിന്റെയും മുഹമ്മദിന്റെയും ബിസിനസ് ആണ്. അവരുടെ മനസ്സ് നിറയും. പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുണ്ട്, അതിലൊരു സംശയവുമില്ല. ആ പ്രപഞ്ച ശക്തി നമ്മുടെ ശിരസിന് മുകളില് ഒരു പുഷ്പവൃഷ്ടി നടത്തുന്ന അവസ്ഥ. അത്രയ്ക്ക് മനോഹരമാണ് നമ്മുടെ ഡ്രസ് കോഡ്, അത്രയ്ക്ക് മനോഹരം. ഉൾക്കാഴ്ച കാണണം. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളില് എങ്ങനെയാണോ ഒരു സ്ത്രീ ഗർഭിണിയാകുന്ന നിമിഷം അവളിൽ വരുന്ന ഒരു രൂപാന്തരം, അതുവരെ കണ്ട ആ 18കാരിയോ 19കാരിയോ അതുവരെ കണ്ട യുവതിയല്ല. അതിനപ്പുറത്തേക്ക് അവളുടെ ഗർഭപാത്രത്തിനുള്ളിൽ ഒരു കുഞ്ഞ് പിറക്കുമ്പോ ആ കരു വളരുന്ന നിമിഷത്തിൽ ആകെ രൂപാന്തരം സംഭവിച്ചു. ശരീരത്തിന് മാറ്റം വന്നു. പതിയെ പതിയെ വയറിന് വലിപ്പം വെച്ച് തുടങ്ങി, വയറിനുള്ളിൽ അനക്കം വന്നു തുടങ്ങി. ഒരു പുതിയ സൃഷ്ടിക്ക് അവൾ കാരണമാകുന്നു. എപ്രകാരമാണോ അവളുടെ ഉദരത്തിൽ ആ കുഞ്ഞ് പിറക്കുന്നത്, ഉദരത്തിൽ ആ കുഞ്ഞിനെ അവൾ വഹിക്കുന്നത്, അപ്രകാരം അവളുടെ പുരുഷൻ ആ കുഞ്ഞിനെ അവന്റെ ഹൃദയത്തിൽ ചുമക്കുന്നു. ഇതായിരിക്കണം RCMലെ രൂപാന്തരം യാത്ര. RCMനെ ഓരോ സ്ത്രീ ജനങ്ങളും അവരുടെ ഉദരത്തിൽ ഒരു കുഞ്ഞായി ഗർഭം ധരിക്കുക. അവരോട് കൂടെ നിൽക്കുന്ന പുരുഷൻ അതാരായിക്കോട്ടെ ആ കുഞ്ഞിനെ ഹൃദയത്തിൽ ധരിക്കുക. അപ്പൊ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കുളിർമഴ പെയ്യും. നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട്. പ്രകൃതി പോലും നമുക്ക് നല്ല രീതിയിൽ പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട്, ഞാനതിനെ സങ്കല്പിച്ച് നിങ്ങളുടെ കയ്യിൽ തന്നു. അത് തികച്ചും മനോഹരമായ ഒരു അനുഭൂതിയായി മാറണം. അപ്പോ ഒരു കൂട്ടം ജനങ്ങൾ ഈ ഒരു ഡ്രസ് കോഡ് പാലിച്ച് നിരത്തിലിറങ്ങുന്ന അവസ്ഥ വീണ്ടും വീണ്ടും ഇനിയുള്ള ഓരോ സെക്കൻഡുകള്, ഇനിയുള്ള ഓരോ മിനിറ്റുകൾ, മണിക്കൂറുകൾ, ദിവസങ്ങള്, മാസം ഇത്രയേ ഉള്ളൂ. ഈ 26 ദിവസവും ഇതിനെ കുറിച്ച് സങ്കല്പിക്കുക. 1-to-1 മീറ്റിംഗിലും പരസ്പരം കാണുന്നവരോടും കേൾക്കുന്നവരോടും എല്ലാവരോടും ഈ രൂപാന്തരൻ യാത്രയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ പേര് തന്നെ അതിമനോഹരം. കാരണം എന്താ, ഓരോന്നും പ്രൊഡക്റ്റാണ് നമ്മളെ ഓരോരുത്തരെയും ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നത്. RCMലെ എല്ലാം മനോഹരമാണ്. പ്രകൃതിക്കും മനുഷ്യനും ഹാനികരമല്ലാത്ത, കെമിക്കലുകളൊന്നുമില്ലാത്ത പ്രൊഡക്റ്റ്. കെമിക്കൽ ഇല്ല എന്ന് പറയുന്നില്ല, ഉള്ള കെമിക്കൽ പ്രകൃതിക്കും മനുഷ്യനും ഹാനികരമല്ലാത്തതാണ് RCM. അതുകൊണ്ട് തന്നെ RCM നമ്മുടെ ജീവന്റെ ഭാഗമായി മാറുന്നു. RCM का प्रोडक्ट केवल प्रोडक्ट नहीं है, आपको കിസ്മത്ത് കാ ഫാക്ടറി ഹേ. ഹിന്ദി ഒന്നും അറിഞ്ഞിട്ട് പറഞ്ഞതല്ല. ഒരിക്കൽ സുധീർ സാർ ഒരു പൊൻപരലിയിൽ പറഞ്ഞപ്പോ എഴുതി വെച്ച് ഞാൻ പഠിച്ചതാ. അതെന്റെ ഹൃദയത്തിൽ കൊണ്ടു. RCM കാ പ്രൊഡക്റ്റ് കേവൽ പ്രൊഡക്റ്റ് നഹി ഹേ. RCMന്റെ പ്രൊഡക്റ്റ് വെറും പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾ കരുതരുത്. ആപ്കോ കിസ്മത്ത് കാ ഫാക്ടറി ഹേ. നിന്റെ ഭാവി നിർണയിക്കുന്ന ഒരു പ്രസ്ഥാനമാണത്. അങ്ങനെ നെഞ്ചിലേറ്റ ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴും നമ്മൾ ഒരുങ്ങും. നാളെ തിരുവോണമാണ്. അതിനായി എത്രയോ ദിവസം മുൻപേ ജനങ്ങൾ ഒരുങ്ങി തുടങ്ങി. എല്ലായിടത്തും തിരക്കാണ്. ഓണവിഭവങ്ങള്, പൂക്കളങ്ങള്, ഓണക്കോടികള്, തിരക്ക് ല്ലേ.
അപ്പൊ നമ്മുടെ ആഘോഷ ദിവസമാണ് ഒക്ടോബർ 2. RCM എന്ന മഹാപ്രസ്ഥാനം 25 വർഷം തികഞ്ഞ് അതിന്റെ മനോഹരമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. സെപ്റ്റംബർ 16 ബിൽവാരയിൽ നിന്ന് തുടങ്ങി ഇന്ത്യ ഒട്ടാകെ വിഷൻ കാണ്. ബിൽവാര പോയി സന്ദർശിച്ചിട്ടുള്ളവര് ആ ബിൽവാരയുടെ മനോഹാരിതയിലേക്കൊന്ന് മനസ്സിനെ കൊണ്ടുപോ. ആ വിഷൻ തുടങ്ങി സെപ്റ്റംബർ 16 ബിൽവാരയിൽ നിന്ന് തുടങ്ങി ഇന്ത്യ ഒട്ടാകെ 17,000 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന രൂപാന്തരൻ രഥയാത്ര. 17,000 കിലോമീറ്റർ താണ്ടിയ ആ രഥം ഒന്ന് സങ്കല്പിച്ച് മനോഹരമായ ഒരു രഥയാത്ര സെപ്റ്റംബർ 30 കേരളത്തിലെത്തുന്നു. 75 സിറ്റികളിൽ രഥത്തിന് സ്വീകരണം. 70 കണ്ടോ, ശരീരമാകെ കുളിര് കോരുക. 75 സിറ്റികളിൽ രഥത്തിന് സ്വീകരണം. ഒക്ടോബർ 2 അതിന്റെ മെഗാ സെലിബ്രേഷൻ എവിടെ നടക്കും? കൊച്ചിയിലെ സിയാൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്നു. സ്റ്റേജ് റെക്കഗ്നേഷൻ ഉള്ളവർക്ക് സൈറ്റിൽ ലിങ്ക് വരും. അപ്പോൾ രഥത്തിൽ കയറി രജിസ്ട്രേഷൻ ചെയ്യണം. ഇനിയുള്ള ഓരോ ദിവസങ്ങളും ഓരോ മീറ്റിങ്ങുകളും എല്ലാം ഒക്ടോബർ 2 കുറിച്ച് പറയുന്നതായിരിക്കണം. ഈ ലോകം അറിയട്ടെ അന്നത്തെ ദിവസത്തിന്റെ മഹാത്മ്യം. നമ്മുടെ ശരീരത്തിനുള്ളിൽ നിറയട്ടെ അന്നത്തെ മനോഹരമായ ദിവസത്തിന്റെ പ്രാധാന്യം. നമ്മുടെ സിരകളിൽ അത് തന്നെയായിരിക്കട്ടെ. നമുക്കൊരു ആത്മീയ പരിവേഷം ഒന്നും അവിടെ പറയാനില്ല അല്ലെ. ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴും പുതിയ വസ്ത്രങ്ങൾ എടുക്കും, പുതിയ ചെരുപ്പെടുക്കും, ഇതൊക്കെ നമ്മൾ വാങ്ങും. രൂപാന്തരൻ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരുങ്ങുക. കുത്താമ്പള്ളി സാരിയും പാൻറ്റീസും ബ്രേയും അതിനൊപ്പം സുന്ദരിയാകാൻ കീസോളിന്റെ നിരവധി പ്രൊഡക്റ്റുകളും പുരുഷന്മാർക്കും എല്ലാവരും കൂടി ഇതൊക്കെ വാങ്ങുമ്പോ ഇതിലൂടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് PVയും കൂടിയാണ്. PV തനിയെ വരില്ല. നമ്മൾ ഓരോരുത്തരും PVക്കായിട്ട് പ്രയത്നിക്കണം. ഒരു പുരുഷന് വേണ്ടുന്ന ലീസ്റ്റുകൾ, പുരുഷനും സ്ത്രീക്കും വേണ്ടുന്ന ലീസ്റ്റുകൾ ഇന്നലെ ആ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തു വെച്ചിട്ടുള്ളവരൊന്നും കൂടെ നോക്കുക, അല്ലെങ്കിൽ ഒന്നും കൂടി എഴുതി വെക്കുക, മനസ്സിൽ അതിനെ പതിപ്പിക്കുക. ഒരു ഷർട്ട്, ആ ഷർട്ടിന് 300 PV പ്രസന്റേഷൻ എടുത്ത് ചെയ്ത് കാണിക്കാനൊന്നും എനിക്ക് നിശ്ചയമില്ല. അതുകൊണ്ടാണ് ഞാൻ പതുക്കെ പറഞ്ഞു പോകുന്നത്. ഒരു ഷർട്ടിന് 300 PV, ഒരു പാന്റിന് 375 PV, ഒരു ഷൂ 417 PV, ഒരു സോക്സിന് 40 PV, ഒരു ബെൽറ്റിന് 375, ഒരു ഹാൻഡ് കർച്ചീഫിന് 55, ഒരു ബനിയന് 68, ഒരു ബ്രീഫിന് 104, സാരിക്ക് 675, ഒരു ബ്രേസിയറിന് 136, ഒരു പാന്റിക്ക് 240, ഒരു സാൻഡൽ അതായത് ലേഡീസിന്റെ ചെരുപ്പിന് 225, വീണ്ടും ഒരു കർച്ചീഫിന് 48. അങ്ങനെ മൊത്തം 3058 PV ഒരു പുരുഷനും സ്ത്രീക്കും വേണ്ടതായ ഉൽപ്പന്നങ്ങള് RCMലൂടെ വാങ്ങുമ്പോ ഇതൊക്കെ നമുക്ക് വേണ്ടേ? നമ്മുടെ വീട്ടിലൊരു വിവാഹം നടക്കുമ്പോ, നമ്മുടെ വീട്ടിലൊരു ആഘോഷം നടക്കുമ്പോ, ഓണം വരുമ്പോ, വിഷു വരുമ്പോ, എല്ലാം നമ്മുടെ പെരുന്നാള് വരുമ്പോ ഒക്കെ നമ്മള് ഒരുങ്ങുന്നുണ്ട് അല്ലെ. ആ ഒരുക്കം ഈ സെപ്റ്റംബറിൽ ഒരുങ്ങൂ. ഓണം എന്നത് കേരളീയരുടെ ദേശീയ ഉത്സവമാണ്. ജാതി മത ഭേദമന്യേ ഏവരും ആഘോഷിക്കുന്നതാണ് ഓണം. നമ്മുടെ ഓണം ഈ സെപ്റ്റംബറിൽ നമ്മുടെ വസ്ത്രങ്ങളെ കൊണ്ട് ഈ പറയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു 3058 PV ജനറേറ്റ് ചെയ്യും. 10 പേര്, 500 പേരുണ്ട് എൻ്റെ ഒരു സൈഡില്. 10 പേരെ കൊണ്ട് എനിക്കത് വാങ്ങിപ്പിക്കാൻ സാധിച്ചാൽ 30,580 PV എന്റെ ടീമിൽ എക്സ്ട്രാ കയറി വരും. വാങ്ങുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നാൽ 50 പേര് വാങ്ങിയാൽ ഈ നാവ് തുറക്കണം, ഈ വായ തുറക്കണം, സമർപ്പണത്തോടുകൂടി അതിന്റെ വിഷൻ കാണിച്ചു കൊടുക്കണം. അങ്ങനെ 50 പേര് ഇത് വാങ്ങാൻ തയ്യാറായാൽ 1,52,900 PV വരും. 100 പേര് വാങ്ങിയാൽ 3,05,800 PV. PVക്കൊപ്പം അതിമനോഹരമായി നമ്മളെ വാർത്തെടുക്കുന്ന ഒരു പ്രക്രിയ. ടീമിലുള്ള ഓരോരുത്തരും ഇതിനായി ഒരുങ്ങണം. ഇതൊക്കെ വാങ്ങി ഡിസ്പ്ലേ വാളിൽ സൂക്ഷിച്ചാൽ PV വരില്ല. കലത്തിൽ അരിയിട്ട് വെച്ചാൽ, സജീവ് സാറ് പലപ്പോഴും ക്ലാസ്സിൽ പറയും, ഒരു കലത്തിൽ അരിയിട്ട് വെച്ചാൽ അത് വെന്ത് ചോറാവില്ല, നിങ്ങളുടെ വയറ് നിറയില്ല. കലത്തില് അരി ആവശ്യത്തിന് അളന്നെടുത്ത് മറ്റൊരു കലത്തില് വെള്ളം വെച്ച്
വെച്ച് തീ കൊടുക്കണം. അടിയിൽ തീയിട്ട് വെള്ളം തിളയ്ക്കണം. അങ്ങനെ തിളയ്ക്കുമ്പോ അതിലേക്ക് അരി ഇട്ടാലേ ചോറാവുള്ളൂ അല്ലെ. ഇനി ആ ചോറായിട്ടും മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചാലും വയറ് നിറയോ? അതെടുത്ത് കഴിക്കണം. അതാണ് PV. എന്ത് കാര്യം തുടങ്ങാനും നീ മഹാനാകേണ്ടതില്ല. പക്ഷേ മഹാനാകണമെങ്കിൽ നീ തുടങ്ങണം എന്നാണ് ഇന്നലെ ആ ഒരു സ്ക്രീൻഷോട്ട്, ഇന്നലത്തെ ആ പ്രോഗ്രാമില് നോബൽ സാറ് ലാസ്റ്റ് എഴുതി കാണിച്ചു. എന്ത് കാര്യം തുടങ്ങാനും നീ മഹാനാകേണ്ടതില്ല. മഹാനാണെങ്കിൽ ഞാനിത് ചെയ്യൂ RCM, എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ചെയ്തു തുടങ്ങിയപ്പോൾ ഇതിന്റെ മഹനീയമായ അവസ്ഥകൾ ബോധ്യമാക്കി തന്നു. എല്ലാം അവസാനിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന നിമിഷത്തെ പോലും പോരാടി തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് വരാൻ നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ആത്മവിശ്വാസത്തെ മുറുകെ പിടിക്കുക. ഇത് എന്റെ ബിസിനസ്സാണ്, എന്റെയാണ്, ഞാനാണ് ഇതിന്റെ മാലിക്ക്, ഞാനാണ് ഇതിന്റെ മുതലാളി. മനസ്സ് നോവുമ്പോ പുഞ്ചിരിക്കാൻ പഠിക്കണം. എന്റെ മെന്റർ എപ്പോഴും എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാ. ചങ്കു പൊട്ടുന്ന വേദനകള് RCMലല്ല, ജീവിത പ്രശ്നങ്ങളിലൂടെ പലപ്പോഴും ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഒരൊറ്റ കാര്യം, മനസ്സ് നോവുമ്പോ പുഞ്ചിരിക്കണം. നോവ് താങ്ങാൻ ശക്തി ആർജിച്ചു വരുന്ന നമ്മുടെ സ്വന്തം മനസ്സിനെ നോക്കി അഭിമാനത്തോടു കൂടി ചിരിക്കണം. പ്രതിസന്ധിന്ന് കടന്നു പോന്നില്ലേ? 8,000 രൂപ ശമ്പളം, പിന്നത്തെ മാസം RCMന്ന് വന്നത് 165 രൂപ. നെഞ്ച് പൊട്ടി തകർന്ന് തരിപ്പണായി. ആ നിമിഷം വിളിച്ചു. അപ്പൊ പറഞ്ഞൊരു വാക്ക്, സ്വന്തം മനസ്സിനെ നോക്കി അഭിമാനത്തോടു കൂടി ചിരിക്കു ജയശ്രീ മാഡം. പറ്റും. അങ്ങനെയുള്ള ലീഡേഴ്സ് നമുക്കൊപ്പമുണ്ട്. എവിടെയും തളച്ചിടാൻ നമ്മുടെ മനസ്സിനെയും മറ്റുള്ളവരെയും അനുവദിക്കരുത്. നമ്മളെ തളച്ചിട്ടവർ നമ്മളെ ഇവിടെ ഉപേക്ഷിച്ച് ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ടാവും. എന്റെ ജീവിതത്തിൽ സംഭവിച്ചതാ. പക്ഷെ വീണിട്ടും അവിടെ കിടക്കരുത്. സർവശക്തിയും എടുത്ത് ലീഡേഴ്സിന്റെ സഹായത്തോടെ മുന്നോട്ട് കുതിക്കുക. നമ്മൾ വീണ് കിടക്കാനുള്ളവരല്ല എന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താനായാൽ തള്ളിയിട്ടവർക്ക് പോലും നാണം വരുന്ന രീതിയിൽ നമ്മൾ ഉയരും. അപ്പൊ അതിന് പവറായ സിസ്റ്റം ഉണ്ട്, സ്വദേശി ഉൽപ്പന്നങ്ങളുണ്ട്. ഇതുവരെ വാങ്ങിയില്ലെങ്കിൽ പോട്ടെ, സാരമില്ല. എല്ലാവരെയും നമുക്ക് നിർബന്ധിക്കാൻ സാധിക്കുമോ? ഇനിയും ഈ മാസം അവസാനിപ്പിക്കാൻ ധാരാളം ദിവസങ്ങളുണ്ട്. ഒരു യൂണിറ്റിയിൽ TCG എന്ന മഹാനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മക്കളായ നമുക്ക് ഒരുമിച്ച് ഒരേ ഡ്രസ് കോഡിൽ ഒന്നുകൂടി സങ്കല്പം ചെയ്യേ. ആ മനോഹരമായ ബാൻഡീസ് ധരിച്ച്, ആ മനോഹരമായ ഉള്ളറകൾ മുഴുവനും, പുറത്ത് മാത്രല്ല കേട്ടോ, പുറത്ത് കുത്താമ്പള്ളി സാരി ഉടുത്ത് നല്ല ജാക്കറ്റ് തുന്നി നല്ല ഷർട്ട് ഇട്ട് നല്ല മുണ്ടെടുത്ത് വരുന്നതല്ല, ഉള്ളു മുഴുവനും RCM കൊണ്ട് നിറയട്ടെ. കഴിക്കുന്ന ഭക്ഷണങ്ങളും ഉള്ളിന്റെ ഉള്ളിലെ ബ്ലഡ് പോലും ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ B പോസിറ്റീവും A പോസിറ്റീവും O നെഗറ്റീവും ഒന്നുമില്ല. സകലമാനം മാന്യമഹാജനങ്ങളുടെ ബ്ലഡും RCM ബ്ലഡായി മാറുന്നൊരവസ്ഥ. ആ ഒരു മഹത്തായ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക. ലോകം കിടുങ്ങണം. നമ്മുടെ ഡ്രസ് കോഡിന്റെ മനോഹാരിത കണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആകാശത്ത് നിന്ന് 33 കോടി ദേവഗണങ്ങൾ പുഷ്പവൃഷ്ടി ചെയ്യണം. അതൊക്കെ ഒന്ന് വിഷൻ കാണുക. ആ ജനത്തിരക്കിനിടയിൽ ഒരു സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുക. ആ ഫീൽ ഹൃദയത്തിൽ കൊണ്ടുവരൂ. അതൊക്കെ PV ആയി മാറും. കഴിഞ്ഞ ദിവസം ഓണാഘോഷം കൊമ്പൊടി ടീമിന്റെ ശുഭം ഹാളില് ജീവിതത്തിൽ മറക്കാനാവാത്ത നിമിഷങ്ങൾ സമ്മാനിച്ചൊരു ഹാളാണ് എനിക്കത്. കാരണം ഞാൻ RCMല് 3.5 വർഷങ്ങൾക്ക് മുൻപ് വന്ന് എന്റെ ഡിസ്പ്ലേ വാൾ ഓപ്പൺ ചെയ്ത് പിറ്റേ ദിവസം എന്റെ കാലൊടിഞ്ഞ് ഞാൻ കിടപ്പിലായിട്ട് എന്റെ ഭാഗ്യ മാഡവും ഗോപി സാറും കൂടി എന്നെ പ്ലാസ്റ്റർ ഇട്ടിട്ടാണ് ആ കാറിൽ കയറ്റിയിട്ട് അശുഭം ഹാളിലെ ആദ്യത്തെ പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്തത്. അന്ന് ഞാനൊരു ബിഗിനർ പോലും ആയിരുന്നില്ല. ഇപ്പൊ ആ പ്രോഗ്രാം വീണ്ടും 3.5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ ഹാളിൽ എത്തിയപ്പോ എന്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു, എന്റെ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നു. ഞാനൊരു സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ആയിട്ട് എന്റെ ലീഡേഴ്സിനൊപ്പം എന്റെ കൂടെയുള്ള അസോസിയേറ്റ്സിനെ കൊണ്ട് ഞാൻ ആ ഹാളിലെത്തി. അതാണ് RCMന്റെ വിഷൻ, അതാണ് ലീഡേഴ്സിന്റെ പവർ. അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു. സജീവ് സാറിന്റെ അച്ഛൻ, അദ്ദേഹം ഭക്ഷണം കഴിഞ്ഞിട്ട് വരികയായിരുന്നു. ഞാൻ ചോദിച്ചു, അച്ഛൻ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ? ഇപ്പൊ എടുക്കാം മോളെ എന്ന് പറഞ്ഞു മുണ്ടിന്റെ തല എടുത്തിട്ട് കൈ തുടച്ചു. കാരണം കൈയൊക്കെ നനഞ്ഞിട്ടാ വന്നിരുന്നേ.
എന്റെ കൂടെ നിന്ന് ഞാനൊരു സെൽഫി എടുത്തു. അപ്പൊ എന്റെ കാശിക്കുട്ടൻ വരുന്നു, എടാ ഒരു ഫോട്ടോ എടുക്കട്ടെ കാശിയെ നിന്റെ കൂടെ. കാരണം അന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജീവനോടെ ഇല്ലെങ്കിലും എന്റെ കാശിയും എന്റെ ഗായത്രിയും ജയശ്രീയുടെ കൂടെ ഉണ്ടാവൂട്ടാന്ന് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞിരുന്നു. കാശി ചിരിക്കില്ല, അവന് ഇത്തിരി ചിരിക്കാൻ മടിയാ. എന്താ കാശി ഒന്ന് ചിരിക്കടാന്ന് പറഞ്ഞു. അതിമനോഹരമായ ഒരു ചിരി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോയി നോക്കിക്കോളൂ. അപ്പൊ എന്റെ ഗായത്രി കുട്ടി വരുന്നു, അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെ എന്റെ എല്ലാമായ എന്റെ ജിഷ മാഡം എന്നെ കോട്ടിടാൻ പഠിപ്പിച്ച് എന്നെ ഒരുപാട് എന്റെ സങ്കടങ്ങളിലൊക്കെ എനിക്ക് സാന്ത്വനമായിട്ട് എന്റെ കൂടെ നിൽക്കുന്ന എന്റെ ജിഷ മാഡം, അവരുടെ കൂടെ നിന്ന് സെൽഫി എടുത്തു. എനിക്ക് ശരീരം ഇറക്കുക എല്ലാം കൂടി പോസ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോ അവിടെ പൂക്കളത്തിന്റെ നേരെ സജീവ് സാറ് നിൽക്കുന്നു. അപ്പൊ അമ്മേനെ കൊണ്ട് ഒത്തിരി ഭയങ്കര തിരക്ക് അവിടെ. ഗിരീഷ് സാർ ഒരുപാട് പേരോട് വർത്താനം പറയുന്നു, ഒന്നും സജീവ് സാറിന്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല. അമ്മേനെ എത്ര നേരം നമ്മൾ നിർത്തുക. അപ്പോഴേക്കും സാറ് കണ്ടു, സാറ് നിന്നിട്ട് ഒരു സെൽഫി സാർ എടുത്തു. അപ്പൊ ചിന്തിച്ചു നോക്കൂ, ഞാനിങ്ങനെ നടന്ന് ഓരോരുത്തരുടെ സെൽഫി ഒക്കെ എടുത്ത് എന്റെ സന്തോഷം പങ്കുവെച്ചപ്പോ എന്റെ അമ്മേനെയും എന്റെ ഭർത്താവിനെയും കൂട്ടി നിന്ന് എന്റെ മെന്റർ, എന്റെ ഗുരുനാഥൻ, അദ്ദേഹം എടുത്തൊരു സെൽഫിയുടെ ഭാഗമാവാൻ എനിക്ക് കഴിഞ്ഞു. അപ്പൊ നമ്മൾ കൊടുത്തോണ്ടിരിക്കുക, RCMൽ നമ്മൾ കൊടുക്കുക, നമ്മുടെ ചങ്ക് പറിച്ചു കൊടുക്കുക. നമുക്ക് എന്തൊക്കെ വേണമെങ്കിലും കിട്ടും. ജീവിതത്തിൽ ഒഴിവാക്കപ്പെടുന്ന 4 ഘട്ടങ്ങളാ. 60ാമത്തെ വയസ്സിൽ ജോലി സ്ഥലം നമ്മളെ ഒഴിവാക്കും. സർക്കാർ ജോലി ചെയ്തവർക്ക് അറിയാം, 60ൽ ജോലി സ്ഥലം ഒഴിവാക്കി 70ാമത്തെ വയസ്സിൽ സമൂഹം പതുക്കെ ഒഴിവാക്കി തുടങ്ങും. ഇനി ഇതിനെ എവിടെ കൊണ്ടുപോവാൻ? ശരിയാവില്ല, വീട്ടിലിരുന്നോട്ടെ. 80ാമത്തെ വയസ്സിൽ കുടുംബം ഒഴിവാക്കി തുടങ്ങും. കാരണം എന്താ, ഇനി ഒന്നിനും കൊള്ളില്ല, ഒക്കെ കഴിഞ്ഞു. ആരോഗ്യാവതുമില്ല, പണമില്ല, സാമ്പത്തിക ഭദ്രത ഇല്ല. പിന്നെ ഈ തള്ളേനെ ഈ തന്തേനെ എന്തിന് എന്ന് ചിന്തിക്കുന്ന ഒരു നിമിഷം. അത് കഴിഞ്ഞ് 90 വയസ്സാകുമ്പോഴേക്കും ഭൂമി പോലും നമ്മളെ ഒഴിവാക്കാൻ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന പറയാ. അവിടെയാണ് RCMന്റെ പവറ്. ശരീരത്തിൽ ജീവനുള്ള കാലം ആരോഗ്യത്തോടെ ജീവിക്കുക. RCMൽ റിട്ടയർമെന്റ് ഇല്ല. RCM ലൈഫ് ടൈം ഹാപ്പിനെസ് ആണ്. ടീമിന്റെ മുൻപില് ഒരു കാര്യം പറയുമ്പോ അവർക്ക് നമ്മളിൽ വിശ്വാസം വന്നാല് ചങ്ക് പറിച്ചു തരും. ഉറപ്പ്. വിശ്വാസത്തെ തകർക്കാൻ പറ്റാത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. അത് വളർത്തി നിരത്തിലിറങ്ങൂ. ഈ രൂപാന്തരൻ യാത്ര നമ്മുടെ ജീവിതം മാറി മറിക്കും. ഒക്ടോബർ 2 എന്ന ഒരു മഹാസങ്കല്പത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ രീതിയിൽ നമ്മൾ അണിഞ്ഞൊരുങ്ങുക. കുമ്പടിഞ്ഞാമക്കൾ ടീമിന്റെ ആ ഒരു ഓണാഘോഷത്തിന്റെ സമയത്ത് ഒന്നുകൂടി നിങ്ങളുടെ മനസ്സിനെ ഒന്നങ്ങോട്ട് കൊണ്ടുപോകും. ഗുരുനാഥൻ സജീവ് സാറിന്റെ അതിമനോഹരമായ വേഷം, ഗിരീഷ് സാറിന്റെ വേഷം, ബിജു സാറിന്റെ വേഷം, അവരുടെ ഷർട്ടുകളുടെ ഭംഗി, അവരുടെ ശരീരത്തിന് അവരുടെ മനസ്സിന്റെ തിളക്കം ഒന്നുകൂടി ആ വസ്ത്രം ഇട്ടപ്പോൾ ശരിക്കും എനിക്ക് തോന്നി TCG ഒക്കെയാണോ, TCGയുടെ വിവിധ രൂപങ്ങളാണോ നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു സങ്കല്പം ഒരു ഭാഗം ജനങ്ങളുടെ മുൻപില് ഒത്തിരി പേരത് ചെയ്തു വരുമ്പോ പിന്നെ ഒന്നും പറയാനില്ല. ഇനിയുള്ള ദിവസങ്ങൾ ഊണിലും ഉറക്കത്തിലും ഒരമ്മ എപ്രകാരമാണോ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോ ഉള്ളിലിട്ട് താലോലിക്കും, വളർച്ചയുടെ ഘട്ടങ്ങളിൽ വയറിൽ അറിയും അതിന്റെ ഓരോ ചലനവും. ആ 9 മാസം 9 നാഴിക 9 വിനാഴികയ്ക്ക് ആ കുഞ്ഞ് കയ്യിൽ കിട്ടുന്ന പൂർണ്ണമായ നിമിഷം. ആ നിമിഷത്തിൽ സപ്തനാഡി ഞരമ്പുകളും തളർന്നാലും ശരീരം എണീറ്റ് നിൽക്കാൻ വയ്യ എങ്കിലും ബോധമുണ്ടെങ്കിൽ ഉള്ളിൽ വരുന്നൊരു കുളിരുണ്ട്. ആ കുളിര് പോലെ RCMനെ ഗർഭപാത്രത്തിൽ ചുമക്കൂ. ഓരോ പെണ്ണും ഓരോ സ്ത്രീയും അതുപോലെ ഓരോ പുരുഷനും അത് നെഞ്ചോട് ചേർക്കുക. അങ്ങനെ ചേർത്തുകൊണ്ട് ഈ രൂപാന്തരൻ യാത്ര ഇനി ഒരു ലോകം കാണാത്ത തരത്തില് വരും തലമുറയ്ക്ക് പ്രചോദനമായിക്കൊണ്ട് നമുക്കത് ഒരുമിച്ച് കൈകോർത്ത് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് വിജയിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഈ ഒരു നന്മയിലൂടെ അതിമനോഹരമായ ഒരു ജീവിതം ആശംസിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഈ ഓണം നമ്മുടേതാക്കി മാറ്റുക, ഈ സെപ്റ്റംബർ നമ്മുടേതാക്കി മാറ്റുക. രൂപഭാവം മാറിയ ഈ മനുഷ്യനായ നമ്മൾ വീണ്ടും ഒരു മാറ്റത്തിലുള്ള രൂപാന്തരണ യാത്രയ്ക്ക്, ആ രഥയാത്രയ്ക്ക് മനസ്സുകൊണ്ട് തയ്യാറാവുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന എന്റെ മെന്ററും ഗുരുനാഥനുമായ സജീവ് സാറിന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ജയ് RCM, ഗുഡ് RCM, ജയ് ഹിന്ദ്. താങ്ക് യു ഓൾ ലീഡേഴ്സ്. താങ്ക് യു ജയശ്രീ മാഡം. സെപ്റ്റംബർ മാസത്തെ എങ്ങനെ നമുക്ക് വിജയത്തിലെത്തിക്കാന്ന്